സ്ട്രെയിറ്റ് ലൈനിലേക്ക് സ്വാഗതം. മുറിയുണ്ടോ? ഇല്ല. ദേവസ്വം ബോർഡിൽ മുറിയില്ല, പക്ഷേ ഞങ്ങളുടെ മുറിയുണ്ട്. എന്താ വില? 1.25 ലക്ഷം രൂപ. മേൽവിലാസമുള്ള സ്പോൺസേഴ്സ് വന്നാൽ മതി, ഇൻകം ടാക്സ് കൊടുക്കുന്ന സ്പോൺസേഴ്സ് വന്നാൽ മതി. അല്ലാതെ കള്ളപ്പണക്കാരും ധർമ്മശാസ്താവിൻ്റെ മുമ്പിൽ അധർമ്മികൾ അവിടെ വരേണ്ട കാര്യമില്ല. ഈ ഭഗവാനെ കാണാൻ മാത്രം വരുന്ന മനുഷ്യർക്ക് നമുക്ക് എന്ത് ചെയ്തു കൊടുക്കാൻ സാധിക്കും എന്ന ചിന്ത എന്നെ വല്ലാതെ അന്നത്തെ രാത്രി എന്നെ അലട്ടി എന്നുള്ളതാണ് വാസ്തവം. സൗഹൃദത്തിലൊക്കെ ആളോട് ഇടപെടുന്ന ആളാണെങ്കിലും ശബരിമലയിൽ എൻ്റെ സ്വഭാവം വേറെയാണ്. ബോർഡ് തീരുമാനങ്ങൾ എടുക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എനിക്ക് വാസ്തവത്തിൽ അത്ഭുതം തോന്നി. ആ ഗൈഡ് ലൈനുള്ളതല്ലാതെ ഒന്നും ഞങ്ങൾക്ക് വേണ്ട. അയ്യപ്പനവിടെ ഒരു പൈസയ്ക്കും പഞ്ഞമില്ല, ഒന്നിനും പഞ്ഞമില്ല. എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഓർഡർ എന്താണെന്ന് വെച്ചാൽ, ഇന്നിപ്പോൾ ഒരു ഫയൽ വന്നു 24-ാം തീയതിയുള്ള ബോർഡിൽ പോകാനായിട്ട്. വാജി വാഹനം തിരിച്ചു വാങ്ങണമോ വേണ്ടയോ? കവിയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റും മുൻ ചീഫ് സെക്രട്ടറിയുമായ ശ്രീ കെ ജയകുമാർ IAS ആണ് നമ്മുടെ ഇന്നത്തെ അതിഥി. നമസ്കാരം ശ്രീ ജയകുമാർ സാർ. നമസ്കാരം. അപ്പോൾ ആദ്യമേ തന്നെ കേരള കൗമുദിയുടെ ഒരു അഭിനന്ദനമാണ്. കാരണം മണ്ഡല മകരവിളക്ക് സീസൺ വലിയ പരാതികൾക്കൊന്നും ഇടയില്ലാതെ സമാധാനപരമായി പര്യവസാനിച്ചതിൽ ഒരു പ്രത്യേക അഭിനന്ദനം. അയ്യപ്പൻ അവകാശപ്പെട്ടതാണ് ആ അഭിനന്ദനം. അല്ല സാറ് ചുമതല ഏൽക്കുന്ന സമയം തൊട്ട് പല വിവാദങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. അതൊരു വെല്ലുവിളിയായിരുന്നോ ശരിക്കും? തീർച്ചയായിട്ടും. കാരണം ദേവസ്വം ബോർഡിൻ്റെ ഏറ്റവും മോശപ്പെട്ടൊരു സമയത്താണ് ഈ ബോർഡ് അധികാരത്തിൽ വരുന്നത്. ഞാനാണെങ്കിൽ ഒരു അൺലൈക്ലി കാൻഡിഡേറ്റ് ആണല്ലോ. എൻ്റെ ഒരു പേര് വരേണ്ട കാര്യമില്ല. എന്നിട്ടും ഗവൺമെൻറ് അങ്ങനെ തീരുമാനിച്ചു. അതൊരു വലിയൊരു വെല്ലുവിളിയായിട്ട് തന്നെ ഏറ്റെടുക്കുകയാണ്. കാരണം ദേവസ്വം ബോർഡിനകത്ത് മുൻകാലങ്ങളിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം. അതുകൊണ്ട് നമുക്ക് ദേവസ്വം ബോർഡിനെ അങ്ങ് എഴുതി തള്ളാനൊന്നും പറ്റുകയില്ല. കാരണം നമുക്ക് ഈ 1200-ലേറെ ക്ഷേത്രങ്ങളുണ്ട്. ശബരിമലയുള്ള മഹാക്ഷേത്രമുണ്ട്. ഇതൊക്കെ നേരെയാക്കുക എന്നൊരു ദൗത്യം ഗവൺമെൻറ്റിലൂടെ ഭഗവാനെ ഏൽപ്പിച്ചു തന്നതുപോലെയാണ് ഞാനത് ഏറ്റെടുത്തത്. അല്ല, ഈ പൊതുവെ ഈ ഒരു സമയത്ത് സാറിനെ പോലെ ഒരാൾ ഉത്തരവാദിത്വം ഏറ്റെടുത്തപ്പോൾ അയ്യപ്പ ഭക്തർ പ്രത്യേകിച്ച് ഒരു ആശ്വാസമാണ് അവർക്കെല്ലാം ഉണ്ടായത്. അതൊരു വലിയൊരു പ്രത്യേകതയായിരുന്നു. ആദ്യത്തെ 1-2 ദിവസം തിരക്കിൻ്റെ പേരിലുള്ള ഒരു ചെറിയ പ്രശ്നം ഉണ്ടായത് ഒഴിച്ചാൽ പിന്നീട് അങ്ങോട്ട് വലിയ ബുദ്ധിമുട്ടുണ്ടായില്ലെന്ന് തോന്നുന്നു. അത് ഒരു കണക്കിനൊരു നല്ല സൂചനയായി. കാരണം കോർഡിനേഷൻ്റെ ചില പ്രശ്നങ്ങളെല്ലാം അതോടുകൂടി നമുക്ക് കണ്ടെത്താൻ സാധിച്ചു. എവിടെയെല്ലാം ഭാവിയിൽ അപകടം ഇങ്ങനെയൊക്കെ വന്നാൽ എന്ത് ചെയ്യണം എന്നുള്ളതിനെ പറ്റിയൊക്കെ ഒരു നല്ലൊരു വാണിംഗ് ഭഗവാൻ തന്നതുപോലെ തന്നെ ഞങ്ങൾക്ക് തോന്നി. അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങളുണ്ടായി. പിന്നീട് നല്ല കോർഡിനേഷൻ പോലീസിനകത്ത് നിന്നും ഉണ്ടായി. അതിൻ്റെ ഫലമായിട്ട് പിന്നെ ശ്രീജിത്ത് അവിടെ ത്രൂ ഔട്ട് ഉണ്ടായിരുന്നു. പോലീസ് ADGPയുടെ ഒരു സാന്നിധ്യവും അദ്ദേഹത്തിൻ്റെ ഒരു പരിചയവുമെല്ലാം നമുക്ക് ക്രൗഡ് നിയന്ത്രിക്കുന്നതിനൊക്കെ വളരെ സഹായിച്ചു. പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു പൂർണ്ണ സഹകരണം ഉണ്ടായിരുന്നു. പോലീസ് ഒരു എന്തോ കൃത്രിമ തിരക്കുണ്ടാക്കുന്നൊക്കെ പറഞ്ഞ ചില വാർത്തകളൊക്കെ ഇപ്പോൾ എപ്പോഴും അങ്ങനെയൊക്കെ പറയുമല്ലോ. പോലീസിനെ കുറ്റം പറയുക എന്നുള്ളത് നമ്മുടെ ഒരു ശീലമാണ്. അത് അങ്ങനെ ഞാൻ വിചാരിക്കുന്നില്ല. പോലീസിൻ്റെ പൂർണ്ണമായ സഹകരണത്തോടുകൂടി തന്നെയാണ് നമുക്കിത് ഭംഗിയായിട്ട് തീർക്കാൻ പറ്റും. പോലീസ്, അതുപോലെ NDRF, പിന്നെ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ്, എല്ലാവരും. പിന്നെ പല ഫോഴ്സുകൾ വരുമ്പോഴുള്ള ഒരു കുഴപ്പം ഉണ്ടാകാൻ സാധ്യത ഇവർ തങ്ങളിലുള്ളൊരു ഏകോപനത്തിൻ്റെയും ഒരു കോർഡിനേറ്റഡ് കമാൻഡിൻ്റെയും ഒരു വിഷയമാണ്. അവിടെയാണ് ഞാൻ ശ്രീജിത്തിന് പിന്നെ മാർക്ക് കൊടുക്കുന്നത്. കാരണം ഇതെല്ലാം ഭംഗിയായിട്ട് ഏകോപിപ്പിക്കാൻ സാധിച്ചു. എല്ലാം പല ഫോഴ്സുകളല്ലേ, എങ്കിലും ഒരു ഓവറോളായിട്ടൊരു കൺട്രോൾ ഏറ്റെടുക്കാനും ആരെ ഇന്നിടത്ത് വിന്യസിക്കണം എന്നൊക്കെ ഉള്ള കാര്യത്തിലൊക്കെ അവർ തങ്ങളിലൊക്കെ നല്ലൊരു കോപ്പറേഷൻ ഉണ്ടായിരുന്നു. ശ്രീജിത്ത് ഒരു അയ്യപ്പ ഭക്തനാണ്. അതിൻ്റെ ഗുണമുണ്ടായി. തീർച്ചയായിട്ടും അതിൻ്റെ ഒരു കമാൻഡ് അവിടെ ഉണ്ടായിരുന്നു. ശബരിമലയിൽ നടന്ന ഈ വിവാദങ്ങളിൽ അയ്യപ്പ ഭക്തർ പൊതുവെ നിരാശരാണ്. അന്നേരം ഈ ഒരു തീർത്ഥാടന കാലം ആ രീതിയിൽ എന്തെങ്കിലും വെല്ലുവിളി ഉണ്ടായിട്ടുണ്ടോ? അത് അങ്ങനെയൊക്കെ നമ്മൾ യുക്തിചിന്ത കൊണ്ട് ചിന്തിക്കുന്ന നമുക്ക് ചിലപ്പോൾ അങ്ങനെയൊക്കെ തോന്നും. എന്നാൽ ഈ അയ്യപ്പനെ കാണാൻ വരുന്ന ഭക്തരെ സംബന്ധിച്ചിടത്തോളം ഇതെങ്ങനെയാണ് അവരുടെ മനസ്സിൽ ഇത് എന്ത് തരം ആഘാതമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളത് വാസ്തവത്തിൽ എനിക്ക് അറിഞ്ഞുകൂടാ. കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ചിട്ട് ഇപ്രാവശ്യം വന്ന തീർത്ഥാടകരുടെ എണ്ണം വളരെ കൂടുതലാണ്. വളരെ കൂടുതലെന്ന് പറഞ്ഞാൽ ഒരു 6-7 ലക്ഷം ആളുകൾ കൂടുതൽ വന്നിരിക്കുകയാണ്. പിന്നെ ഈ സീസൺ മുഴുവൻ സ്റ്റഡി ഫ്ലോ ആണ്. അവസാനത്തെ ദിവസം 1.5 ലക്ഷം ആളുകളും അവിടെ ഉണ്ടായി. പോലീസിൻ്റെ കണക്കനുസരിച്ച് 170 ഉണ്ടായിരുന്നിരിക്കണം. കാരണം പലരും നമ്മൾ കാണുന്ന സ്ഥലത്തല്ല, കാട്ടിലും അങ്ങ് പലയിടത്തുമൊക്കെയാണ് പർണശാല കെട്ടി താമസിക്കുകയും നമ്മൾ കണ്ണെത്തുന്നിടത്തോളം സ്ഥലത്തൊക്കെ അവർക്ക് നമ്മൾ ഭക്ഷണമെല്ലാം കൊടുത്തയച്ചു. 10,000 പേർക്ക് ഭക്ഷണം 3 ദിവസം 13-14 ദിവസങ്ങളിലൊക്കെ 12-13-14 ദിവസങ്ങളിൽ ഉച്ചഭക്ഷണം ഭക്ഷണം കൊടുക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇവരില്ലെങ്കിൽ അവിടെ പാചകം ചെയ്യും. കാട്ടിനകത്ത് ഇവർ
പർണശാല കെട്ടുകയും പാചകം ചെയ്യുകയും ചെയ്താൽ പിന്നെ അത് ഫോറസ്റ്റ് ഫയറിലേക്ക് പോകും, വലിയ പ്രശ്നങ്ങൾ. അതുകൊണ്ട് നമ്മൾ ഭക്ഷണം കൊടുത്തയച്ചു. അപ്പോൾ ഒരു വല്ലാത്ത ഒരു അനുഭൂതിയും നമുക്കൊരു വിസ്മയവുമാണ്. അയ്യപ്പ ഭക്തന്മാരെ സംബന്ധിച്ചിടത്തോളം അവിടെ അഴിമതി നടന്നിട്ടുണ്ടാവാം, അതിനെപ്പറ്റി കുറച്ച് കൺസേൺ ഉണ്ടാവാം. ഇപ്രാവശ്യത്തെ ആളുകളുടെ വരുമാനത്തിൻ്റെ വരുമാനം കൂടുതലാണ്, വരുമാനം വളരെ കൂടി. അയ്യപ്പനോടുള്ള ഒരു ബന്ധം പുനഃസ്ഥാപിക്കാനുള്ളൊരു അവസരമായിട്ടാണ് ഈ പ്രതിസന്ധിയൊക്കെ സാധാരണ അയ്യപ്പ ഭക്തൻ കണ്ടിരിക്കുന്നത്. അവിടെ എന്തോ സംഭവിച്ചോ, നമ്മളത് പോകണമല്ലോ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടെ വാസ്തവത്തിൽ ഞാനിപ്പോൾ അത് ഒരു അതിശയോക്തി പറയുകയല്ല. ഞാൻ 12-ാം തീയതി രാത്രി ഞാൻ പോയി അവിടെ. 12, 13, 14 കഴിഞ്ഞാൽ 15-നാണ് ഇറങ്ങി. അപ്പോൾ ഈ 13-ാം തീയതി രാത്രി മകരവിളക്കിൻ്റെ തലേന്നാൾ ഞാൻ അവിടെ എല്ലാം നടന്നു. ഭയങ്കര തിരക്കാണ്. തിരക്കെന്ന് പറയുന്നത് നമുക്ക് നടക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ്. ഒരു 10 മണിയൊക്കെ ആയപ്പോൾ 10-10:30 ഒക്കെ ആയപ്പോൾ പല സ്ഥലങ്ങളിലായിട്ട് ആളുകൾ വിരിയൊന്നുമില്ല, കിടക്കുകയാണെങ്കിൽ ഇവർക്ക് ഒരു പരാതിയുമില്ല. നമ്മൾ വിരിവയ്ക്കാൻ സ്ഥലം കൊടുത്തിട്ടില്ല, വളരെ കുറച്ച് സ്ഥലങ്ങളേ ഉള്ളൂ. ഇവർക്ക് മുറിയും വേണ്ട, ഒന്നും വേണ്ട. ഇവർ കിട്ടുന്ന സ്ഥലത്ത് ഫാമിലിയായിട്ട് വരുന്നു, കിടക്കുന്നു, അയ്യപ്പനെ കാണുന്നു, പോകുന്നു. ഇത്രയും പരാതിരഹിതമായി നിസ്വരായി ഈ ഭഗവാനെ കാണാൻ മാത്രം വരുന്ന മനുഷ്യർക്ക് നമുക്ക് എന്ത് ചെയ്തു കൊടുക്കാൻ സാധിക്കും എന്ന ചിന്ത എന്നെ വല്ലാതെ അന്നത്തെ രാത്രി എന്നെ അലട്ടി എന്നുള്ളതാണ് വാസ്തവം. ഇവർക്ക് കിടക്കാൻ നമുക്ക് ഡീസൻറ്റ് സ്ഥലം കൊടുക്കണ്ടേ, കുറേ കൂടെ നമ്മൾ ഈ വിരിവയ്ക്കാനുള്ള സൗകര്യങ്ങളെങ്കിലും കൊടുക്കണ്ടേ. അവർക്ക് അന്ന് ഇടയ്ക്കിത്തിരി മഴയും ചാറി, മഴ ചാറ്റ് വന്നാൽ ഇവർക്ക് സുഖമായിട്ട് കിടക്കാനൊരു സ്ഥലം വേണ്ടേ. ഞാനിപ്പോൾ വിചാരിച്ചിരിക്കുന്നത് ഈ 20-ാം തീയതി നട അടച്ചു കഴിഞ്ഞാൽ, നട അടച്ചിരിക്കുന്നൊരു ദിവസം അവിടെ 2 ദിവസം പോയി നിന്നിട്ട് എവിടെയെല്ലാം നമുക്ക് വിരിവയ്ക്കാനുള്ള ചെറിയ സൗകര്യം 50 പേർ കിടക്കാനെങ്കിൽ 50, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ ഇപ്പം വെറുതെ വേസ്റ്റായി കിടക്കുന്ന സ്ഥലങ്ങളുണ്ട്. ഇതിനെയൊക്കെ റിട്രീവ് ചെയ്ത് വിരിവയ്ക്കാനിടം തമിഴിലും തെലുങ്കിലും ഒക്കെ ഇടം വെച്ച് സ്ഥലം എഴുതി കൊടുത്ത് നമ്മൾ വി കെയർ ഫോർ ദം എന്നുള്ളൊരു ധാരണ, ഒരു ഫീലിംഗ് ഉണ്ടാക്കേണ്ടത് നമുക്കാണ് ആവശ്യം, അവർക്കല്ല. അവരൊന്നും ആവശ്യപ്പെടില്ല. പക്ഷേ അവർക്ക് നല്ല ഭക്ഷണവും നല്ല കിടക്കാനിടവും കൊടുക്കാൻ നമുക്കൊരു വലിയ ധാർമ്മിക ബാധ്യതയാണ്. അതാണ് അയ്യപ്പൻ ആവശ്യപ്പെടുന്നത്. ഞാനിവിടെ അന്നദാനം നടത്താൻ കാരണം അത് തന്നെയാണല്ലോ. സദ്യ കൊടുക്കാൻ തീരുമാനിച്ചതെന്ന് പറഞ്ഞാൽ വരുന്ന ആളിനോട് നമ്മൾ ഐ കെയർ ഫോർ യു എന്ന് എങ്ങനെയാണ് പറയുന്നത്? നല്ല ഭക്ഷണം കൊടുത്തിട്ടല്ലേ. നമുക്കൊരു നല്ലൊരു അതിഥി വന്നാൽ അതൊക്കെ വരും. അതൊക്കെ എന്ന് വെച്ചാൽ അത് നേരത്തെ അങ്ങനെ തീരുമാനിച്ചില്ല. സീസൺ തുടങ്ങുന്നതിന് മുമ്പ് ഈ സദ്യ എന്നൊരു ഇത് തീരുമാനം വന്നില്ല. അത് കാരണം ഇടയ്ക്ക് ആ തീരുമാനം മാറ്റുമ്പോൾ ഉള്ള ചില സാമ്പത്തികവും നടപടിക്രമത്തിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ. എന്നിട്ടും ഒന്നിടവിട്ട ദിവസങ്ങളിൽ നമുക്ക് കൊടുക്കാൻ സാധിച്ചു. കൊടുക്കണമെന്നൊരു നിർബന്ധം കൊണ്ടങ്ങ് കൊടുത്തതാണ്. വെറുതെ ചോറ് കൊടുത്താൽ പോരാ, പായസവും കൊടുക്കണം, പപ്പടവും കൊടുക്കണം. എൻ്റെ ഒരു നിർബന്ധമായിരുന്നു. അത് ഭംഗിയായിട്ട് ചെയ്തു. വളരെ കഴിച്ചവർക്ക് സാധാരണ ദിവസം 1000 പേര് കഴിക്കുന്നത് ഈ ചോറ് കൊടുക്കുന്ന ദിവസം 5000 പേരാണ് കഴിക്കുന്നത്. മകരവിളക്കിനൊക്കെ ഇത്രയും പേര് 6000-7000 പേര് കഴിച്ചിട്ട് പോയി. അത് നമുക്കൊരു വലിയ സന്തോഷമില്ല. അവർ തരുന്ന കാശാണ് കേട്ടോ. ഇതിനായിട്ട് തന്നിരിക്കുന്ന കാശ് എടുത്ത് കൊടുത്തൂടെ? ഈ ഭക്തരോടുള്ള സമീപനത്തിൽ ദേവസ്വം ബോർഡിലെ ജീവനക്കാർക്കും ഒരു പുതിയ സമീപന വ്യത്യാസം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു ഞാൻ സ്വയം ഏറ്റെടുത്തിരിക്കുന്ന ഒരു വെല്ലുവിളി. നമ്മൾ ഈ പ്രവർത്തിക്കുന്ന മുഴുവൻ ഈ വരുന്ന ഒരാവശ്യവും ഉന്നയിക്കാത്ത സാധാരണ ഭക്തന് വേണ്ടിയിട്ടാണ്. അവർ കൊണ്ടിടുന്ന കാശാണ്, അന്നദാന പ്രഭുവായ അയ്യപ്പന് വേണ്ടി കൊടുക്കുന്ന ഈ കാശാണ് 500 കോടിയായിട്ടോ നമുക്ക് കിട്ടുന്നത്. അതാണ് ദേവസ്വം ബോർഡിന് നടത്തിക്കൊണ്ട് പോകുന്നത്. അത് ആലോചിക്കുമ്പോൾ നമ്മൾ ഇവരുടെ മുമ്പിൽ കൂപ്പുകൈകളോടെ നിൽക്കണ്ടേ. ഈ ഒരു മനോഭാവത്തിലെ മാറ്റം വരുത്തണം എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇപ്പോഴും ഈ ഒരു സീസൺ നമ്മൾ ആദ്യം സൂചിപ്പിച്ച പോലെ വിജയകരമായി കഴിഞ്ഞു. അന്നേരം ഇടനിലക്കാരെ മൊത്തത്തിൽ കുടിയിറക്കിയോ ശബരിമലയിൽ? മൊത്തത്തിലെന്ന് എനിക്ക് പറയാൻ പറ്റില്ലെങ്കിലും നിങ്ങളിവിടെ സ്വീകാര്യരല്ല എന്നൊരു സന്ദേശം കൊടുക്കാൻ എനിക്ക് ഒരു പരിധി വരെ യു ആർ നോട്ട് വെൽക്കം. ഞങ്ങൾക്ക് ഇടനിലക്കാരുടെ ആവശ്യമില്ല. ഭക്തനും അയ്യപ്പനും ഇടയിൽ ഞങ്ങൾക്ക് ഈ ബ്രോക്കേഴ്സിൻ്റെ ആവശ്യമില്ല. ഉദാഹരണത്തിന്, അഹങ്കാരം പറയല്ല, ഒരു ദൂരെ ഇപ്പോൾ ഉദാഹരണത്തിന് അവിടെ ഈ മകരവിളക്ക് സമയത്ത് മുറികൾ വളരെ ഷോർട്ടേജ് ആണല്ലോ. ഞങ്ങൾക്കൊരു 100-400 മുറികളേ ഉള്ളൂ. അത് കുറച്ച് VIPസിന് പോകും, കുറച്ച് ഒഫീഷ്യൽസിന് പോകും. ഒരു 125 മുറി പിന്നെ ഡോണേഴ്സിന് പോകും. 125 മുറി ഞങ്ങളൊന്ന് എടുത്തിട്ട് ഓൺലൈനിൽ അവൈലബിൾ ആക്കി. 13-ാം തീയതി 12, 13, 14 3 ദിവസമേ കിട്ടിയുള്ളൂ. അപ്പോഴത്തേക്കങ്ങ് പോയി. പക്ഷേ ഒരു ശുപാർശയും ഇല്ലാതെ ഓൺലൈനിൽ കയറിയ സാധാരണ ഭക്തന് ശബരിമലയിൽ മകരവിളക്കിന് മുറി കിട്ടുകയാണ്. ഇതിനു മുമ്പ് കിട്ടില്ല. കാരണം ഈ ഇടനിലക്കാരും വലിയ ഏജൻസികളും ഒക്കെ വന്ന് അങ്ങ് പലരുടെയും പേരിലങ്ങ് എടുത്തിട്ട് മുറി വയ്ക്കും. മുറിയുണ്ടോ? ഇല്ല. ദേവസ്വം ബോർഡിൽ മുറിയില്ല, പക്ഷേ ഞങ്ങളുടെ മുറിയുണ്ട്. എന്താ വില? 1.25 ലക്ഷം രൂപ.
അങ്ങനെ ഈ സകല മുറികൾ ഞങ്ങൾ കൊടുത്തത് ഞങ്ങൾ 2,500 രൂപയ്ക്കാണ് കൊടുത്തത്. 2,500 3,000 രൂപയ്ക്കാണ് കൊടുത്തത്. ഇതാണ് 1.5 ലക്ഷം രൂപയ്ക്ക് ഇടനിലക്കാർ വിറ്റ് കാശുണ്ടാക്കിക്കൊണ്ടിരുന്നത്. അതുപോലെ തന്നെ വേറെ ചിലർ പറഞ്ഞു കേട്ടിട്ട് ചില പാക്കേജ് ഉണ്ട്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വന്ന് ഇറങ്ങുമ്പോൾ തൊട്ട് റിസീവ് ചെയ്ത് സന്നിധാനത്ത് കൊണ്ടുപോയി എല്ലാം തൊഴുത് പ്രസാദവും വാങ്ങിച്ചു കൊടുത്ത് തന്ത്രിയുടെ അനുഗ്രഹം ഉൾപ്പെടെ വാങ്ങിച്ചു കൊടുക്കുന്നതിന് 5 ലക്ഷം രൂപ. നമുക്ക് അതിനകത്തൊന്നും ഒന്നും വലുതായിട്ട് ചെയ്യാൻ പറ്റുകയില്ല, കാരണം ആളുകൾ വിശ്വസിച്ച് വരികയാണ്. പക്ഷേ ദേവസ്വം ബോർഡിൻ്റെ സൗകര്യങ്ങളെ ദുരുപയോഗം ചെയ്ത് ഇടനിലക്കാർ വിളയാടുന്ന ഒരു കാര്യം നമ്മൾ ഒരു പരിധി വരെ നിയന്ത്രിക്കാൻ സാധിച്ചു. ഇനി ഡോണേഴ്സിൻ്റെ മുറി എന്ന് പറഞ്ഞുള്ള മുറികളിലും കുറച്ച് ക്രമക്കേടുകളുണ്ട്. ഡോണർമാരൊക്കെ മരിച്ചുപോയി, കൈമാറി ഇടനിലക്കാരാണ് ഇപ്പോൾ ഡോണറായി നടക്കുന്നത്. അതിപ്പോൾ ഇന്ന് കംപ്ലീറ്റ് ഒരു ചെക്കപ്പ് ചെയ്യണം. ആ മുറികളൊക്കെ ഞങ്ങൾ ഏറ്റെടുക്കണം. ഇപ്പം തന്നെ ചില വകുപ്പുകളുമൊക്കെ മുറികൾ പൂട്ടിയിട്ട് പോകും. എന്തിന് പത്രമാധ്യമങ്ങൾ മുറി പൂട്ടിയിട്ട് പോകും. ഇതെല്ലാം ഞങ്ങൾ തിരിച്ചെടുക്കും. കോടതിയും പറഞ്ഞിട്ടുണ്ട്, തിരിച്ചെടുത്ത് വീൽ റീഅലോട്ട്. കാരണം എങ്കിൽ മാത്രമേ ദേവസ്വത്തിൻ്റെ കയ്യിൽ മുറി ഉണ്ടാവുള്ളൂ. മുറി ആവശ്യത്തിനുണ്ടെങ്കിൽ ആളുകൾ കൊടുക്കാമല്ലോ. അപ്പോൾ ഇടനിലക്കാരെങ്കിലും സാറിനെ ഈ പീരീഡിൽ സമീപിച്ചിരുന്നു? അങ്ങനെ ഒരു വലിയ ഗുണമുണ്ട്. എന്നെ ഞാനീ സാധാരണ ഞാനൊരു വളരെ സൗഹൃദത്തിലൊക്കെ ആളുടെ ഇടപെടുന്ന ആളാണെങ്കിലും ശബരിമലയിൽ എൻ്റെ സ്വഭാവം വേറെയാണ്. ഒരിടനിലക്കാരനെ അങ്ങോട്ട് കയറ്റില്ല. വന്നിട്ട് എന്താ വന്നതെന്ന് ചോദിക്കുക. അപ്പം തന്നെ അവർ മനസ്സിലായി പിന്നെ അടുത്ത് നിന്നിട്ട് ഒരു കാര്യമില്ല. എന്താ വന്നത്? സാർ സ്വാമി 2 പാസ് വേണം സാർ. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ പാസ്സില്ല, എനിക്ക് പ്രസിഡൻറ്റിന് പാസ് വേണ്ട, അതുകൊണ്ട് ഞാൻ പാസ് വെച്ചിട്ടില്ല. യു ബീറ്റ് ദി ഇഒ ഉണ്ടെങ്കിൽ തരും. ആ കൂടി 250 പാസ്സേ ഉള്ളൂ, അല്ലെങ്കിൽ ഇത്ര പാസ്സേ ഉള്ളൂ. ഞാൻ ആരും എൻ്റർടൈൻ ചെയ്തില്ല. ചിലരെന്നോട് പറഞ്ഞു ഐ എം എ ഡോണർ. ഞാൻ പറഞ്ഞു നിങ്ങളെന്താ ബിൽഡിംഗ് ഡൊണേറ്റ് ചെയ്തിട്ടുണ്ട്? ഇല്ല, വി ഹാവ് ഡൊണേറ്റഡ് ലോട്ട് ഓഫ് അതർ തിങ്സ്. ഞാൻ പറഞ്ഞത് വെരി ഗുഡ്, അയ്യപ്പ വിൽ ബി വെരി ഹാപ്പി വിത്ത് യു. അതുകൊണ്ട് ഞങ്ങളെന്താണ് ചെയ്യേണ്ടത്? അല്ല, നോർമലി ഞങ്ങൾക്ക് ഇത്രയൊക്കെ. ഞാൻ പറഞ്ഞു അതൊന്നും സാരമില്ല, ഇപ്പോൾ ഒന്നും സാധിക്കുകയില്ല. ഇങ്ങനെ ഈ പരമ്പരാഗതമായി അവിടെ ഇല്ലാത്ത അധികാരം സ്ഥാപിച്ചുകൊണ്ട് ഞങ്ങളിവിടുത്തെ വലിയ ആൾ പുള്ളിയാണെന്ന് പറഞ്ഞിട്ട് അവരുടെ നാട്ടിൽ പോയി പണം പിരിക്കുന്ന ഒരുപാട് ഈ സോക്കോൾഡ് അവതാരങ്ങൾ നമ്മൾ വിളിക്കുന്ന ആളുകളുണ്ട്. അവർക്ക് ഒന്നും അത്ര എളുപ്പമല്ല ഇനി ശബരിമലയിൽ നിന്നൊരു സന്ദേശം കൊടുക്കാൻ. അവതാരങ്ങളെ ശബരിമലയിൽ നിന്നും പൂർണ്ണമായിട്ടും തുടച്ചു നീക്കും, അതാണ് ലക്ഷ്യം. ഉറപ്പില്ല. അതിന് ഞങ്ങളിപ്പോൾ ചെയ്യാൻ പോകുന്നത് സ്പോൺസർഷിപ്പ് എന്ന് പറയുന്ന ഒരു അഖിലസ് ഹീലിലൂടെയാണല്ലോ ഈ തക്ഷകൻ കയറുന്നത്, പുഴുവായിട്ട് വന്ന് തക്ഷകനായി മാറുന്നത്. അപ്പോൾ ഈ സ്പോൺസർഷിപ്പിനെ പറ്റി നമ്മൾ വളരെ വ്യക്തമായിട്ട് ബോർഡ് തന്നെ ഒരു തീരുമാനമെടുത്തു. ഇതിന് ഗൈഡ് ലൈൻസ് ഫോർ അക്സെപ്റ്റിംഗ് സ്പോൺസർഷിപ്പ്, അതൊരു നല്ല ഒരു ഡോക്യുമെൻ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഞാൻ. അതിന് ലീഗലായിട്ടൊന്ന് വെറ്റ് ചെയ്ത് ഹൈക്കോടതിയെ കൂടെ ഒന്ന് ബോധ്യപ്പെടുത്തും. എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും എന്തെങ്കിലും തോന്നുകയാണ് അയ്യപ്പന് ഒരു കിരീടം കൊടുക്കാം, ഉടനെ സ്പോൺസർ വരുന്നു, അവൻ്റെ സ്പോൺസറിൻ്റെ ഇടനിലക്കാരൻ വരുന്നു, സാർ ആളിരിക്കും സാർ ഞാനത് ശരിയാക്കി തരാം എന്ന് പറഞ്ഞിട്ട് ഇയാൾ സ്പോൺസറായിട്ട് വരുന്നു, ആരുടെ അടുത്തെങ്കിലും പോയി സ്വർണം വാങ്ങിക്കുന്നു, കിരീടം കൊണ്ടുവരുന്നു, പിന്നെ അതിൻ്റെ പേരിൽ ആളായി നടക്കുന്നു. അയ്യപ്പൻ എന്ത് വേണോ നിങ്ങൾ കൊടുത്തോളൂ, നമുക്കൊരു വിരോധമില്ല, ഡയറക്റ്റായിട്ട് കൊണ്ട് സമർപ്പിച്ചോളുക, രസീത് വാങ്ങിച്ചോളുക, പൊക്കോളുക. അതുകൊണ്ട് പ്രത്യേകിച്ചൊരു പ്രിവിലേജും ഇല്ല. പക്ഷേ ഞങ്ങൾക്ക് അവിടെ എന്തെങ്കിലും കെട്ടണമോ അല്ലെങ്കിൽ വേറെ നമ്മൾ തന്നെ തീരുമാനിക്കുന്ന ഞങ്ങളുടെ ചില ആവശ്യങ്ങളുണ്ട്. അവിടെ വളരെ വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ട ആവശ്യങ്ങൾ, അത് മാത്രമേ ഞങ്ങൾ സ്പോൺസർഷിപ്പിലേക്ക് പോകുന്നുള്ളൂ. അതിന് നമ്മൾ തന്നെ അങ്ങോട്ട് പോകും. നമ്മൾ പറയും ഇന്ന കാര്യങ്ങളുണ്ട്, ആർ യു ഇൻട്രസ്റ്റഡ് ടു സ്പോൺസർ ആണെങ്കിൽ കോർപ്പറേറ്റ്സിന് വരാം, ആർക്ക് വേണമെങ്കിലും വരാം. അവരുടെ ഇൻകം ടാക്സ് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ നോക്കുന്നു, അവരുടെ ഓഡിറ്റഡ് ബാലൻസ് ഷീറ്റ് നോക്കുന്നു, നമ്മളൊരു എഗ്രിമെൻറ്റ് തയ്യാറാക്കുന്നു. അതനുസരിച്ചിട്ട് അവർ ചെയ്തു തരികയോ ചെയ്യാൻ പണം ഏൽപ്പിക്കുകയോ കൃത്യമായി സുതാര്യമായി ക്ലാരിറ്റിയോട് ചെയ്യും. മേൽവിലാസമുള്ള സ്പോൺസേഴ്സ് വന്നാൽ മതി, ഇൻകം ടാക്സ് കൊടുക്കുന്ന സ്പോൺസേഴ്സ് വന്നാൽ മതി. അല്ലാതെ കള്ളപ്പണക്കാരും ഒന്നും അവിടെ വളഞ്ഞ വഴിയില്ല. അയ്യപ്പൻ്റെ ധർമ്മശാസ്താവിൻ്റെ മുമ്പിൽ അധർമ്മികൾ പിന്നെ അവിടെ വരേണ്ട കാര്യം. ഇപ്പോൾ ശബരിമലയുടെ കാര്യം ഇപ്പോൾ സാർ ഇപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയെങ്കിലും ഇതിനു മുമ്പ് നല്ല പരിചയസമ്പത്തുണ്ടല്ലോ അവിടെ. തീർച്ചയായിട്ടും പരിശീലനം തന്നാണ് അങ്ങോട്ട് കയറ്റിയിരിക്കുന്നത്. അയ്യപ്പൻ പരിശീലനം തന്നെയാണ്. അന്നേരം ഈ ഇടനിലക്കാർക്ക് ഇതിനു മുമ്പ് ഈ സ്വൈരവിഹാരം നടത്താൻ എങ്ങനെ കഴിയുന്നു? അത് ഈ ഭരണത്തിലിരിക്കുന്ന ദേവസ്വം ബോർഡ് ഭരണത്തിലിരിക്കുന്നവർ വിചാരിക്കാതെ പറ്റൂ? ഞാൻ അവരാരെയും കുറ്റം പറയുന്നില്ല. കാരണം ഓരോരുത്തർ വരുന്നത് അയ്യപ്പ ഭക്തൻ്റെ വേഷത്തിലാണ്. ഞങ്ങൾ വലിയ അയ്യപ്പ ഭക്തനാണ്, 50 വർഷമായിട്ട് ഞങ്ങൾ വരുന്നു. സ്വാമിക്ക് ഞങ്ങൾ അവിടെ റൂഫ് ഉണ്ടാക്കാം, അത് 5 കോടി രൂപയാകും. സാർ ഒന്നും പേടിക്കണ്ട, ഞങ്ങളതെല്ലാം ചെയ്തോളാം. അപ്പോൾ മുമ്പിരിക്കുന്ന ബോർഡൊക്കെ എന്ത് വിചാരിക്കും? അവരൊരു കാര്യം അവിടെ ചെയ്തു തരികയല്ലേ, ചെയ്യട്ടെ എന്നേ വിചാരിക്കുന്നുള്ളൂ. പക്ഷേ ഇതിൻ്റെ പിന്നിൽ ഒരു വലിയ ഒരു നെക്സസ് ഉണ്ടെന്നും ഇതിൻ്റെ പേരിൽ പണം പിരിവുണ്ടെന്നും നമ്മൾ അറിയുന്നില്ല. നമ്മൾ അറിഞ്ഞ് നടത്തിയിട്ടുള്ള കുഴപ്പങ്ങളാണല്ലോ ഇപ്പം പ്രശ്നങ്ങളായിരിക്കുന്നത്. അറിയാതെയും ഒരുപാട് പേര് നല്ല കാര്യം ചെയ്യാമെന്ന് പറഞ്ഞ് വന്ന് നമ്മളെ വഴിതെറ്റിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് സ്ട്രിക്റ്റ് ഗൈഡ് ലൈൻസ് ഫോർ അക്സെപ്റ്റിംഗ് സ്പോൺസർഷിപ്പ്. ആ ഗൈഡ് ലൈനിലുള്ളതല്ലാതെ ഒന്നും ഞങ്ങൾക്ക് വേണ്ട. അയ്യപ്പനവിടെ ഒരു പൈസയ്ക്കും പഞ്ഞമില്ല, ഒന്നിനും പഞ്ഞമില്ല.
അത് കൂടുതൽ എന്തെങ്കിലും വേണോ, മാസ്റ്റർ പ്ലാൻ അനുസരിച്ച് എന്തെങ്കിലും വലിയ കെട്ടിടം കെട്ടണോ, നമുക്ക് ഏതെങ്കിലും നല്ല കമ്പനിയെ സ്പോൺസറായിട്ട് നിങ്ങൾക്ക് തരാൻ പറ്റുമോ, നിങ്ങളുടെ CSRൽ പറ്റുമോ ചോദിക്കാം, അതിനെന്താ കുഴപ്പം. നല്ല വാല്യൂ ഉള്ള സ്പോൺസേഴ്സ് മതി, അല്ലാതെ 5 കോടി രൂപ ഇവിടെ തരാൻ വേണ്ടി 15 കോടി പിരിക്കുന്ന സ്പോൺസർ വേണ്ട. വേണ്ട. ഈ കട്ടിളപ്പാളിയെ സ്വർണം പൂശിയതാണെന്നും ചെമ്പാണെന്നും ഒക്കെ പറയുന്നുണ്ട്. സാറിൻ്റെ ഒരു പരിചയ സമ്പത്തിൽ അതിനെക്കുറിച്ച് വല്ല നിരീക്ഷണവും? ഞാൻ അതിനെപ്പറ്റി ഒന്നും പറയാതിരിക്കുകയാണ്. കാരണം കോടതി ദിവസവും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കോടതിയുടെ സ്ട്രിക്റ്റ് കൺട്രോളുള്ളൊരു വിഷയമാണ്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇപ്പോൾ അഭിപ്രായം പറയേണ്ട കാര്യമേ ഇല്ല. അഭിപ്രായം പറയാതിരിക്കാനുള്ള വകതിരുവെങ്കിലും നമുക്ക് വേണ്ട ഒരു സമയം. 2 മുൻ പ്രസിഡന്റുമാർ ഇപ്പോൾ ജയിലിലാണ്. അതോടൊപ്പം തന്നെ മറ്റ് അംഗങ്ങളും ജയിലിലാണ്. ശബരിമലയിൽ ഇപ്പോൾ വിജിലൻസിന്റെ പരിശോധന, അതിപ്പോൾ ഈ ആടിയശേഷം നെയ്യുന്ന കാര്യത്തിലുള്ള ഇതാണ്. ഇപ്പം ഇത്രയും വലിയ കൊള്ള നടന്നിട്ട് അതിൻ്റെ അന്വേഷണം നടക്കുന്ന വേളയിലും ഈ ആടിയ ശേഷം നെയ്യിൻ്റെ അകത്തുള്ള ക്രമക്കേട് വരുന്നു. അവിടെ നിന്ന് ഭണ്ഡാരത്തിൽ നിന്ന് വിദേശ കറൻസിയൊക്കെ അടക്കം വായിൽ തിരികെ കൊണ്ടുപോകുന്നു. ഇതിനകത്തെ 2 കാര്യങ്ങളുണ്ട്. ഒന്നിപ്പോൾ ഈ സ്വർണ്ണപ്പാളിയെ സംബന്ധിച്ചുള്ള വലിയൊരു പ്രശ്നത്തിലാണല്ലോ നമ്മൾ. അതെ. ഇതിനകത്തുനിന്ന് ഞാൻ എന്ത് പഠിച്ചു, എന്തെങ്കിലും പഠിക്കണമല്ലോ. അതെ. അതിനെപ്പറ്റി ഞാൻ അഭിപ്രായമൊന്നും പറയുന്നില്ല എന്ന് പറയുമ്പോഴും ഇത് നമ്മൾ പിന്തുടരാതിരിക്കുന്നില്ല, പഠിക്കാതിരിക്കുന്നില്ല. എന്ത് പഠിച്ചു എന്ന് ചോദിച്ചാൽ ഏറ്റവും വലിയ പാഠം ബോർഡ് തീരുമാനങ്ങൾ എടുക്കുന്ന ആ ഒരു നടപടിക്രമം. ഞാനൊരു ഉദ്യോഗസ്ഥനാണ്, ഈ നടപടിക്രമങ്ങൾ അറിയാമല്ലോ. ബോർഡ് തീരുമാനങ്ങൾ എടുക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എനിക്ക് വാസ്തവത്തിൽ അത്ഭുതം തോന്നിപ്പോയി. ബോർഡ് കൂടുന്നു, 3 അംഗങ്ങളാണല്ലോ. ബോർഡ് മുറിയിൽ ഞങ്ങൾ 3 പേര് കൂടി ഇരിക്കുന്നു. ബോർഡ് സെക്രട്ടറി എന്നൊരാളുണ്ട്, അതിനകത്തുള്ളൊരു സീനിയർ ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഓരോ വിഭാഗങ്ങൾ ഓരോ നോട്ട് എഴുതി കൊടുക്കും, ബോർഡ് നോട്ട്. അപ്പോൾ ഇദ്ദേഹം ഓരോ ഫയലായിട്ടെടുത്ത് നമുക്ക് തരുന്നു. നമ്മൾ വായിച്ച് പഠിക്കാൻ ശ്രമിക്കുന്നു. ബോർഡിൽ ഇരിക്കെ കൊടുക്കാം, ശരി. അങ്ങനെ ഓരോ തീരുമാനം എടുക്കുന്നു, 3 പേരും കൂടെ ഒപ്പിട്ട് കൊടുക്കുന്നു. ഇത് പിന്നീട് മിനിറ്റ്സ് ആയിട്ട് വരണം, അതൊക്കെ ഇപ്പോൾ സ്ട്രിക്റ്റ് ആക്കി. അപ്പോൾ ഞാനവിടെ ചെന്ന് ആദ്യത്തെ ബോർഡ് കൂടിയപ്പോൾ എനിക്ക് മനസ്സിലായി, ഇങ്ങനെ പോയാൽ എന്ത് വേണമെങ്കിലും നമ്മളെ കൊണ്ട് ഒപ്പിടിക്കാം. ഇതിപ്പോൾ നമ്മൾ മുഴുവൻ വായിക്കുമോ? അവസാനത്തെ പോയിന്റ് മാത്രമേ വായിക്കുള്ളൂ. ഇതിനകത്ത് എന്തെല്ലാം ചതിക്കുഴി ഉണ്ടെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഒരു ബോർഡിലോ 80-90 ഐറ്റമാണ് വരുന്നത്. അതിപ്പോൾ ഞാൻ നിർത്തി, 30 ഐറ്റത്തിൽ കൂടുതലില്ല. ഞാൻ ഇറക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട ഓർഡർ എന്താണെന്ന് വെച്ചാൽ ഹൂഎവർ പ്രിസൈഡ്സ് ഡിസൈഡ്സ്, അതാണല്ലോ. അപ്പം ഞാൻ പ്രസിഡൻ്റാണ് എങ്കിൽ ഈ ബോർഡിൻ്റെ മുമ്പാകെ എന്ത് ഐറ്റം വരുന്നു എന്നുള്ളത് ആദ്യം പ്രസിഡൻറ്റിനെ ബോധ്യപ്പെടുത്തി ആ ഫയലിൽ ദിസ് മേ ബി പ്ലേസ്ഡ് ഇൻ ദ ബോർഡ് എന്ന് ഞാൻ എഴുതുന്ന ഐറ്റം അല്ലാതെ ഒരു ഐറ്റവും വരാൻ പാടില്ല. അങ്ങനെയാക്കി കൃത്യം എൻ്റെ ഫസ്റ്റ് ഓർഡറാണ്. എൻ്റെ ഫസ്റ്റ് ഓർഡർ അതാണ്. ഇന്ന് ഉദാഹരണം പറഞ്ഞാൽ, ഇന്നിപ്പോൾ ഒരു ഫയൽ വന്നു 24-ാം തീയതിയുള്ള ബോർഡിൽ പോകാനായിട്ട്. വാജി വാഹനം തിരിച്ചു വാങ്ങണമോ വേണ്ടയോ? ഇതിപ്പം നമ്മൾ എൻ്റെ ഈ ഫിൽറ്ററിങ് ഉള്ളതുകൊണ്ട് ഞാൻ എന്തെഴുതി, ഇത് കോടതിയുടെ സജീവ വിഷയത്തിൽ പരിഗണനയിലിരിക്കുന്ന വിഷയമാണ്. ഇതിനെപ്പറ്റി ബോർഡ് ഇപ്പോൾ ഒന്നും ചിന്തിക്കേണ്ട സമയമേ അല്ല, ഈ ഐറ്റമേ അങ്ങ് മാറ്റി വെച്ചേക്കാൻ പറഞ്ഞു. അതറിയാതിരുന്നെങ്കിലോ എന്തെങ്കിലും വരും, നമ്മൾ കയറി തീരുമാനം എടുക്കുക. അവസാനം കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് വേറെ, മറ്റ് വിഷയങ്ങൾ വേറെ. ഇതിൻ്റെ ഒരു ഡയമെൻഷൻ അറിയാതെ ഓരോ ഐറ്റം ഇങ്ങനെ ആരെങ്കിലും കൊണ്ടുവരുന്നു, ഇടതുവശത്തോട് ഓവർടേക്ക് ചെയ്യുന്ന പോലെ ഓരോ ഫയലുമായിട്ട് വരുന്നു, ഒപ്പിട്ട് കൊടുക്കും. വാജിവാഹനം തന്ത്രി വീട്ടിൽ കൊണ്ടുപോയത് ഒരു പക്ഷേ ഈ രീതിയിൽ ഒപ്പിട്ട് വാങ്ങിയതായിരിക്കും. എനിക്കറിഞ്ഞുകൂടാ അതിനെന്താണ്. അത് അന്വേഷണം FIR ഇടാൻ പറഞ്ഞിരിക്കുകയാണ്. ഒരു യഥാർത്ഥത്തിൽ ബോർഡ് അംഗങ്ങളും ബോർഡ് പ്രസിഡന്റും ഒന്നും ഇവർ കൊണ്ടുവരുന്നത് അതുപോലെ നോക്കി ഒപ്പിട്ട് കൊടുത്തതിലൂടെ ഉണ്ടായ വീഴ്ചകൾ അങ്ങനെ ഒരുപാട് വീഴ്ചകൾ പറ്റിയിട്ടുണ്ട്. ഒരുപക്ഷെ ചിലപ്പോൾ നിരപരാധികൾ അതിൽ പെട്ടിട്ടുണ്ട്. പുറത്ത് വന്നിട്ടുള്ളതും വരാത്തതുമായിട്ടുള്ള വീഴ്ചകൾ ഉണ്ടാവാം. കാരണം സിസ്റ്റം അങ്ങനെയാണ്. ഇപ്പോൾ എന്തായാലും ഞാൻ തീരുമാനിച്ചു കൃത്യമായിട്ട് മാത്രമല്ല, ആദ്യത്തെ ദിവസം അങ്ങനെ ചെയ്തിട്ടും നമ്മളറിയാതെ 1-2 ഐറ്റം ഐ ബിക്കേം വൈൽഡ്. ഞാൻ പറഞ്ഞു, ഒരൈറ്റം ഞാൻ അറിയാതെ ഞാൻ എവിടെ ഒപ്പിട്ടിട്ടുണ്ടോ, മേ ബി പ്ലേസ് ഇൻ ദ ബോർഡ്, പിന്നെ എന്തിനു കൊണ്ടുവന്നു? ഒരു കാരണവശാലും ഞാൻ സമ്മതിക്കില്ല. എനിക്ക് നമ്മളെ ഉദ്യോഗസ്ഥനായിരുന്നുകൊണ്ട് പല മുഖങ്ങളുണ്ട്, ശാന്തം ഭീകരമൊക്കെ ഉണ്ട് കേട്ടോ. വളരെ സ്ട്രിക്റ്റാണ് അക്കാര്യത്തിൽ. ഇന്ന് ഞാൻ മുഴുവൻ അവിടെ ഇരുന്നിട്ട് ഇനി 24-ാം തീയതിയുള്ള ബോർഡിൻ്റെ 30 ഐറ്റം ക്ലിയർ ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. ഈ ഐറ്റമേ എടുക്കുള്ളൂ, വേറെ ഒന്നും എടുക്കില്ല. കാരണം അറ്റ്ലീസ്റ്റ് നമുക്കറിയാം നമ്മളെടുക്കുന്ന തീരുമാനങ്ങളുടെ മേൽ നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. നോട്ട് നമുക്ക് നേരത്തെ വായിച്ചു നോക്കാം, നോട്ട് തിരുത്താം. അവിടുത്തെ സിസ്റ്റംസാണ് ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് നയിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് എൻ്റെ ഒന്നാമത്തെ ഒബ്സർവേഷൻ. ഈ രണ്ടാമത്തെ, ഇപ്പോൾ ആടിയ ശേഷം നെയ്യ് വിറ്റു, കറൻസി വായിക്കാത്തിട്ടു, ഇതൊക്കെ ഈ ദുരമൂത്തിട്ട് ഓരോന്ന് ചെയ്യുന്നതാണ്. ആടിയ ശിഷ്ട നെയ്യുടെ കേസ് അത് കഴിഞ്ഞ വർഷം എന്തായിരുന്നു വെച്ചാൽ, ഞാൻ ഇത്തിരി വിശദമായിട്ട് പറയാം, ആളുകൾ കേൾക്കുന്നവർക്കും താല്പര്യം ഉണ്ടാവുമല്ലോ. ഈ ആടിയ ശിഷ്ട നെയ്യ് എന്ന് പറഞ്ഞാൽ എന്താണ്? നെയ്യഭിഷേകമാണ് അവിടുത്തെ ഏറ്റവും വലിയ വഴിപാട്. അപ്പോൾ രാവിലെ നെയ്യഭിഷേകം ചെയ്യാൻ നെയ്യ് ഇഷ്ടം പോലെ ഭക്തന്മാർക്ക് ഇങ്ങനെ കൊണ്ടുവരുന്നു. നമ്മൾ വീപ്പയ്ക്കകത്ത് അത് കൊണ്ടുപോകുന്നു, അഭിഷേകം ചെയ്ത് അഭിഷേക തോണിയിൽ പോകുന്നു. പണ്ടൊക്കെ എന്താണ് ചെയ്തുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞാൽ, അവിടെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾക്ക് നെയ്യ് വാങ്ങിക്കില്ല.
നമുക്ക് അരവണയ്ക്ക് നെയ്യെടുക്കും, ഉണ്ണിയപ്പത്തിന് നെയ്യെടുക്കും, പലതിനും നെയ്യെടുക്കും, ക്ഷേത്രത്തിലേക്ക് എടുക്കും, പലതിനും നെയ്യെടുക്കും. അത് ഇതിൽ നിന്ന് എടുക്കും. അതിന് വലിയ കണക്കില്ല. കാരണം നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിച്ചതല്ല ഇത്, ആളുകൾ കൊണ്ടുവന്ന നെയ്യാണ്. അപ്പോൾ ഇത് എണ്ണത്തോണിയിൽ കിടക്കുന്നു, എന്നിട്ട് ബാക്കി വരുന്ന ആടിയശിഷ്ട നെയ്യെന്ന് പറഞ്ഞ് ചെറിയ പാക്കറ്റിലാക്കി 100 രൂപയ്ക്ക് കൊടുക്കും, കൊടുത്തുകൊണ്ടിരുന്നു. ഇതിനിടയ്ക്ക് ചില മേൽശാന്തിമാരും ഈ ആടിയശിഷ്ട നെയ്യ് കച്ചവടമൊക്കെ നടത്തിയിരുന്നു. ഇപ്രാവശ്യം നമ്മളതെല്ലാം നിർത്തി. ഈ ബോർഡ്, ഞാൻ വരുന്നതിന് മുമ്പുള്ള ബോർഡ് തന്നെ ഒരു തീരുമാനമെടുത്തു, ഈ ആടിയശിഷ്ടം നെയ്യ് ഇങ്ങനെ കണ്ടമാനം ചെയ്യാനുള്ളതല്ല, അത് പ്രോപ്പറായിട്ട് വിൽക്കണം, നമ്മുടെ ആവശ്യത്തിനുള്ള നെയ്യ് അല്ലാതെ വാങ്ങണം, അപ്പോൾ കണക്കുണ്ടാവുമല്ലോ എന്ന് തീരുമാനമെടുത്ത് കൃത്യമായ തീരുമാനം. അതിൻ്റെ ഫലമായിട്ട് സാധാരണ 50 ലക്ഷം രൂപയ്ക്കെല്ലാം ഈ ആടിയശിഷ്ട നെയ്യ് വിൽക്കുന്നത് ഇപ്രാവശ്യം 2 കോടി രൂപയ്ക്ക് വിറ്റിരിക്കുന്നു. പക്ഷേ ഈ തോണിയിൽ നിന്ന് വരുന്ന നെയ്യുടെ അളന്ന് തിട്ടപ്പെടുത്തുന്നതിൽ വേണ്ടത്ര ശുഷ്കാന്തി ഇല്ലാത്തത് കൊണ്ട് അതിസമർത്ഥനായിട്ടുള്ള ഈ കച്ചവടം ചെയ്തുകൊണ്ടിരുന്ന ആ ജീവനക്കാരൻ ചില്ലറ ക്രമക്കേടുകൾ വരുത്തുകയും പിന്നെ 1 ലക്ഷം രൂപയ്ക്ക് വിൽക്കുമ്പോൾ 70,000 മാത്രം എൻ്റർ ചെയ്യുകയും ബാക്കി 30,000 അടിച്ചു മാറ്റുകയൊക്കെ ചെയ്തതാണ്. ആ സ്റ്റോക്ക് എടുക്കുന്നതിനകത്തുള്ളൊരു സിസ്റ്റത്തിൽ വന്ന വീഴ്ച കൊണ്ടാണ് അവൻ ആ ലൂപ്പ് കണക്കിലെടുത്തു, അവനെടുത്തു. ഇപ്പോൾ വിജിലൻസ് അന്വേഷിക്കട്ടെ, കോടതി പറഞ്ഞിരിക്കുന്നു സ്റ്റേറ്റ് വിജിലൻസ് അന്വേഷിക്കാൻ 1 മാസത്തിന്. നല്ലത് തന്നെ, നമുക്ക് അവിടെ എന്താണ് സിസ്റ്റം ഫെയിലിയർ എന്ന് മനസ്സിലാക്കും. അല്ലാതെ ഒരു TV നാഷണൽ ചാനൽ പറഞ്ഞല്ലോ ഗീ സ്കാം, ഞാൻ പറയുന്നത് ഗോൾഡ് സ്കാമും ഗീ സ്കാമും കൂടെ ഒന്നും പറയരുത്. ഡോണ്ട് കോൾ എവറിത്തിങ് എ സ്കാം. ദിസ് ഇസ് സംബഡി ഹാസ് ഡൺ സം മിസ്ചീഫ്, വിൽ ഹോൾഡ് ഹിം റെസ്പോൺസിബിൾ. അതുപോലെ പണ്ടാരത്തിൽ നിന്ന് എടുത്തുകൊണ്ട് പോകാൻ അത്ര അത് എളുപ്പമല്ല. കാരണം നമ്മളിപ്പോൾ 500 കോടി രൂപ എണ്ണി മാറ്റിയല്ലോ, ഏതോ ഒരുത്തിന് അത്യാഗ്രഹ മൂത്തിനെടുത്ത് വായിക്കാത്തിട്ടു. അവിടെ അതൊന്നും സാധ്യമല്ല. കാരണം ചുറ്റും ക്യാമറയാണ്, ടോയ്ലറ്റിൽ വരെ ക്യാമറ വെച്ചിട്ടുണ്ടെന്ന് എനിക്ക് വേണം, അത്ര സ്ട്രിക്റ്റ് ആണ് അവിടെ. ഈ സാധാരണക്കാർക്ക് വേണ്ടി ചോദിക്കുകയാണ്, ഈ 500 കോടി ഇപ്പം നമ്മൾ എണ്ണി മാറ്റി എന്ന് പറയും, അതിൻ്റെ ഒരു എങ്ങോട്ടാണ് ആ പൈസ? നേരെ അവിടുന്ന് നേരെ ധനലക്ഷ്മി ബാങ്കിലേക്കാണ് പോകുന്നത്. ബാങ്കിലേക്ക് നേരെ ബാങ്കിലേക്ക്. ഇവിടെ ബാങ്ക് അപ്പം തന്നെ ഡെപ്പോസിറ്റ് ചെയ്ത് നമുക്ക് രസീത് തരും. എണ്ണാനിരിക്കുന്ന ആൾക്കാർ നമ്മുടെ ആളുകളാണ്. എണ്ണി നമ്മൾ കണക്കെടുത്ത് അപ്പം തന്നെ ബാങ്കിന് കൊടുക്കുകയാണ്, വെളിയിലോട്ട് പോകുന്നില്ലല്ലോ. അത് അവിടുന്ന് തന്നെ അങ്ങ് പോവാണ്. ശബരിമലയിലെ ഈ ക്രയവിക്രയങ്ങളെല്ലാം ബോർഡ് അറിയേണ്ടതില്ലേ? മിക്കവാറും ഒക്കെ അറിയണം. ചെറിയ കാര്യങ്ങളൊക്കെ പിന്നെ നമുക്ക് എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് ദൈനംദിന കാര്യങ്ങളിലൊക്കെ സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അത്യാവശ്യത്തിന് ഒരു സാധനം വാങ്ങണം, അതിലൊക്കെ അദ്ദേഹത്തിന് സ്വാതന്ത്ര്യമുണ്ട്. മേജർ കാര്യങ്ങളൊക്കെ ഞങ്ങൾ അറിഞ്ഞാൽ പറ്റുള്ളൂ. ശബരിമലയിൽ ഇപ്പം നമ്മൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ അനുസരിച്ചാണെങ്കിൽ അതിൽ പ്രധാനപ്പെട്ട ആൾക്കാർ പലരും ഈ തട്ടിപ്പിൽ പങ്കാളികളായെന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വിവരങ്ങൾ. യഥാർത്ഥ ഭക്തൻ കക്കു, എനിക്ക് തോന്നുന്നതേ ഒരുപാട് കാലം ഈ ക്ഷേത്രത്തിൽ ഇങ്ങനെ അടുത്ത് നിൽക്കുമ്പോൾ ദൈവത്തിനോടുള്ള ഭയം അങ്ങ് പോകുമായിരിക്കാം. ഞാൻ കട്ടാലും ദൈവം ഒന്നും ചെയ്യില്ലെന്ന് എന്തോ ഒരു മാനസികമായ വിഭ്രാന്തിയാണല്ലോ, അല്ലെങ്കിൽ ഇത് ചെയ്യുമോ. പിന്നെ ഈ ധാർമ്മികത പോകുന്നതാണ് വിഷയം, പണത്തിനോടുള്ള ആർത്തി, അതൊക്കെ വ്യക്തിപരമായ അപരേഷനാണ്. പിന്നെ സിസ്റ്റം ഫെയിലിയർ നമുക്ക് കറക്റ്റ് ചെയ്ത് പോകാൻ പറ്റും. ഇപ്പം ഞാനൊരു കാര്യം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത്, ശബരിമലയുടെ ഫെസ്റ്റിവൽ നടത്തിപ്പ് ഇപ്പോൾ വരുമാനം 500 കോടി എന്നൊക്കെ നമ്മൾ പറഞ്ഞു, എത്ര രൂപ ചിലവായി? ചിലവിൻ്റെ കണക്കെടുക്കണം. ഒരുപാട് ചിലവായിട്ടുണ്ട്, അനാവശ്യ ചിലവായിട്ടുണ്ടോ എന്നുള്ളതും പരിശോധിക്കണം. അടുത്ത വർഷം തൊട്ട് ശബരിമല ഫെസ്റ്റിവലിന് മാത്രം ഒരു ഡീറ്റെയിൽഡ് ബജറ്റ് ഉണ്ടാക്കണം എന്ന് ഞാൻ വിചാരിക്കണം. ബജറ്റും ഇത്ര രൂപയ്ക്കുള്ളിൽ ഇത് തീർക്കണം, അത് ഇന്ന കാര്യങ്ങൾക്ക് വിനിയോഗിക്കണം. ഇപ്പോൾ ബജറ്റില്ല, നമ്മൾ എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് ചോദിക്കുന്ന പൈസ കൊടുക്കും, ഇയാൾ അവസാനം കണക്ക് തരും. അതുപോരാ, അതൊരു ബജറ്റോട് കൂടി ഇപ്പം 150 കോടി രൂപ നിങ്ങൾക്ക് ചിലവാകുമെങ്കിൽ ഇന്ന കാര്യങ്ങൾക്ക് ചിലവാകും. നമുക്ക് നേരത്തെ അറിയാമല്ലോ. ആ ബജറ്റ് ബോർഡ് അപ്രൂവ് ചെയ്ത് കൊടുത്താൽ ആ ബജറ്റിൽ നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാം. ഇതിപ്പോൾ അഡ്വാൻസ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, 20 കോടി അഡ്വാൻസ്, 10 കോടി അഡ്വാൻസ്, ഇങ്ങനെ ചോദിക്കുന്ന കൊടുക്കും, അവസാനം കണക്ക് തരും. ഈ കണക്ക് തരാനും വൈകും, ഉടനെ ഓഡിറ്റ് വൈകും, ഉടനെ കോടതി ഞങ്ങളെ ശാസിക്കും, ഓഡിറ്റ് എവിടെ. ഇതിൻ്റെയൊക്കെ സിസ്റ്റം ഫെയിലിയർ ഒരുപാടുണ്ട്. ഇപ്പോൾ എൻ്റെ പ്രധാന ജോലി ഈ സിസ്റ്റംസിനെ ഒന്ന് നേരെയാക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് അടുത്ത വർഷത്തെ ശബരിമല ആഘോഷം എന്ന് തുടങ്ങുന്നുള്ള എല്ലാവർക്കും അറിയാം. 2016 നവംബർ 15-നോ 16-നോ 17-നോ തുടങ്ങും. കലണ്ടർ നോക്കണം, വൃശ്ചികം 2026 ഫെബ്രുവരിയായി, ഇപ്പോൾ ജനുവരിയായി, ഇപ്പോൾ എല്ലാവരും ഇറങ്ങി വരുമ്പോഴത്തേക്ക് 20-ാം തീയതി ആവും. 10 ദിവസം വിശ്രമം വേണമല്ലോ ഇത്രയും കഴിഞ്ഞിട്ട്. ഫെബ്രുവരി മുതൽ നവംബർ 15 വരെ 15 ദിവസം വിട്ടേക്ക്. ഒക്ടോബർ 31 വരെ എന്ന് പറഞ്ഞാൽ ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ 9 മാസമേ ഉള്ളൂ. 270 ദിവസമേ ഉള്ളൂ. ഈ 270 ദിവസം കൊണ്ട് എന്തൊക്കെ ചെയ്യണം? നേരത്തെ അവിടെ ചെയ്യുന്നുണ്ട് അവർ. മാർച്ചൊക്കെ ആകുമ്പോഴത്തേക്ക് ഒരു ഫയലൊക്കെ എടുത്ത് ചെയ്യും. ഞാനിപ്പോൾ IMG ഏൽപ്പിച്ചിരിക്കുന്നത് ഒരു മാനുവൽ ഉണ്ടാക്കി തരണം, ഫെസ്റ്റിവൽ മാനേജ്മെൻറ്റ് മാനുവൽ. ഫെബ്രുവരിയിൽ എന്ത് ചെയ്യണം, മാർച്ചിൽ എന്ത് ചെയ്യണം, എന്തൊക്കെ ചെയ്യണം, ചെയ്തുകൊണ്ടിരിക്കുന്നതിന് പുറമേ എന്തെങ്കിലും ചെയ്യാനുണ്ട്. ചില കാര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന് അവിടെ ഫയർ ഓഡിറ്റിംഗ് നടത്തിയിട്ടില്ല, ഇലക്ട്രിക്കൽ സേഫ്റ്റിയുടെ ഓഡിറ്റിംഗ് നടത്തിയിട്ടില്ല, ഫുഡ് സേഫ്റ്റിയുടെ ഓഡിറ്റിംഗ് നടത്തണം. പിന്നെ അവിടുത്തെ ഹോട്ടലുകളുടെ ഇപ്പോഴത്തെ രീതി കംപ്ലീറ്റ് മാറ്റിയൊരു പുതിയ ഫുഡ് കൾച്ചർ കൊണ്ടുവരണം.
ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് ആളെത്തുന്നോട്ട് പോകണം, അത് പോരല്ലോ. ശബരിമലയിൽ വന്നാൽ സുരക്ഷിതമായിട്ടുള്ള ഭക്ഷണമാണെന്ന് ആളുകൾക്ക് തോന്നണ്ടേ, ഇലക്ട്രിക്കൽ സേഫ്റ്റി ഉറപ്പ് വരുത്തണ്ടേ. ഇതൊക്കെ നമുക്ക് 9 മാസം കൈവശമുണ്ട്. ഈ അതിനുള്ള പ്രവർത്തനം തുടങ്ങാൻ പോവാണ്. 6-ാം തീയതി ഫസ്റ്റ് മീറ്റിംഗ് ആണ്, അവലോകനവും ആസൂത്രണവും. ഫെബ്രുവരി 6 ഡേറ്റ് കൊടുത്തു കഴിഞ്ഞു. ഇനിയിപ്പോൾ അത് തന്നെയാണ് സാറിൻ്റെ ലക്ഷ്യം. എനിക്കിപ്പോൾ ഈ അടുത്ത വർഷത്തെ ഫെസ്റ്റിവൽ സൂപ്പറായിട്ട് കാണണം. സൂപ്പർ എന്ന് പറഞ്ഞാൽ സേഫ്റ്റി, ഫയർ സേഫ്റ്റി, ഇലക്ട്രിക്കൽ സേഫ്റ്റി, എല്ലാത്തിൻ്റെ സേഫ്റ്റിയോടുകൂടി നേരത്തെ ആലോചിച്ച് എല്ലാം ചെയ്ത് ഒക്ടോബർ 31 ആകുമ്പോഴത്തേക്ക് എനിക്കൊരു പത്രസമ്മേളനം നടത്തണമെന്ന് ആഗ്രഹമുണ്ട്. ശബരിമല ഈസ് റെഡി ടു റിസീവ് പിൽഗ്രിംസ്. ഞങ്ങൾക്ക് തീർത്ഥാടകരെ സ്വീകരിക്കാൻ ശബരിമല സജ്ജമായി കഴിഞ്ഞു എന്ന് ഒക്ടോബർ 31 എനിക്ക് പറയണം. അതിനുള്ള ശ്രമമാണ്, ഭഗീരഥ പ്രയത്നമാണ്. ഈ തിരുപ്പതി മോഡൽ ദർശനം എന്ന് പറയുന്നത് അതിനെക്കുറിച്ച് എന്ത് പറയും? തിരുപ്പതി മോഡൽ ദർശനം എന്ന് പറയുന്നത് അവിടെ 10-20 ഈ വലിയ ക്യൂബിക്കിൾസ് ഉണ്ട്, വലിയ വലിയ നമുക്ക് ഇരിക്കാനുള്ള സ്ഥലങ്ങളുണ്ട്, ചേമ്പേഴ്സ്, എയർ കണ്ടീഷൻഡാണ്. അവിടെ ചൂട് പാല് നമുക്ക് കൂടെ തരും. ബാക്കിൽ ഡോക്ടറുണ്ട്, ടോയ്ലറ്റ് ഉണ്ട്, ഒക്കെ ഉണ്ട്. ബാക്കിലൊരു ഇടനാഴി പോലെ ഉണ്ട്. നമ്മുടെ ക്യൂബിക്കിൾ തുറക്കുന്നു, നമ്മളെ കൊണ്ട് തൊഴിയിക്കുന്നു. ഇവിടെ നമ്മളത് പരീക്ഷിച്ചു. ക്യൂ കോംപ്ലക്സുകളുണ്ട്, പക്ഷേ ഇവിടെ ആളുകൾ ഇരിക്കില്ല. അവിടെ എന്ന് പറഞ്ഞാൽ ഫാമിലിയായിട്ട് വന്നെങ്കിൽ ഇരിക്കുകയാണ്. ഇവിടെ ഈ കെട്ടുമായിട്ട് എത്രയും പെട്ടെന്ന് പോവുക എന്നുള്ളതിൽ ഒരിടത്ത് ഇരിക്കണം അവർക്ക് ഇഷ്ടമല്ല. ഇതിപ്പോൾ ഞാനത് ക്രമീകരിക്കണം. ഈ 19 ക്യൂ കോംപ്ലക്സ് നമ്മൾ മാസ്റ്റർ പ്ലാനിലുണ്ടാക്കി. എന്തിനാണ് ഇവർ ചുമ്മാ നിൽക്കാതെ അവിടെ സുരക്ഷിതമായിട്ട് ഇരുന്നോ, നിങ്ങൾക്ക് വെള്ളമോ ചായയോ കാപ്പിയോ ഒക്കെ തരാം, പക്ഷേ അവരിരിക്കില്ല. അവരുടെ പേടി നമ്മളിവിടെ ഇരിക്കുകയും നമ്മുടെ ബാക്കിലുള്ള മുമ്പേ കയറി പോകുമെന്നൊക്കെ. അപ്പോൾ അതിനൊരു ക്രമീകരണം നടത്തിക്കൊണ്ട് നിങ്ങളവിടെ ഇരിക്കുക, നിങ്ങൾക്കൊന്നും നഷ്ടപ്പെടില്ല, ടി വിയിൽ കാണിക്കണം, നിങ്ങളിപ്പോൾ തുറക്കും. അതിരിക്കുവാണെങ്കിൽ നമ്മളെ കമ്മ്യൂണിക്കേഷൻ ശരിയാവാനായിട്ടാണ് തിരുപ്പതി മോഡലിലേക്ക് പോകുന്നത്. ഒരു ചെറിയ തിരുപ്പതി മോഡലിലേക്കാണത്. പക്ഷേ തിരുപ്പതി പോലെ ഒരിക്കലും ആവില്ല ഇവിടെ, കാരണം നേച്ചർ ഓഫ് ദ ഫെസ്റ്റിവൽ തന്നെ പിൽഗ്രിമേജ് തന്നെ വ്യത്യാസമാണ്. ഒരു റോബസ്റ്റ് ആണ് ഇവർക്ക് ഇരുന്ന് പോകാനുള്ള ഒരു സംവിധാനം. അതായത് എന്തൊക്കെ പറഞ്ഞാലും ഒരു 3-4 മണിക്കൂർ നിൽക്കാതെ നമുക്ക് ഈ 18-ാം പടി കയറാൻ പറ്റില്ല. കാരണം 18-ാം പടി കൂടെ 4000 ആളുകളിൽ കൂടുതൽ ആവറേജ് കയറില്ല. 12 മണിക്കൂർ നമ്മൾ തുറന്നിരുന്ന 48,000 പേരേ കയറുള്ളൂ. ഒരു ദിവസം 1,00,000 ആളുകൾ വരും. നാച്ചുറലി വെയിറ്റ് ചെയ്യണം. പിന്നെ നമുക്ക് ആൾക്കാർക്ക് മടിയില്ല, പൊതുവെ മടിയില്ല. പക്ഷെ നമ്മൾ ചെയ്തു കൊടുക്കേണ്ടത് എന്താണ്, അവരുടെ വെയിറ്റിംഗ് എത്രത്തോളം ക്ലേശരഹിതമാക്കാമോ, ലഘുഭക്ഷണവും മറ്റേ കൊടുക്കണം. വെള്ളം കൊടുക്കണം. ഇപ്പോൾ വെള്ളവും ബിസ്ക്കറ്റും ആണ്. അപ്പോൾ ഇന്നാളെ ഞാനൊരു പത്രസമ്മേളനത്തിൽ പറഞ്ഞു, നിങ്ങൾ തന്നെ ബിസ്ക്കറ്റ് കഴിച്ച് മടുത്തിരിക്കുന്നുണ്ട്, വേറെ വല്ലതും തരാമെന്ന് പറഞ്ഞ പോലെ ബിസ്ക്കറ്റ് മാത്രം കൊടുക്കേണ്ട, വേറെ പലതും കൊടുത്തൂടെ? അതിനെപ്പറ്റിയൊക്കെ ചിന്തിക്കണം. ഇതിന് അതൊരു ടോയ്ലറ്റ് ഫെസിലിറ്റി, മാലിന്യ പ്രശ്നം, അതൊരു വലിയ പ്രശ്നം തന്നെയാണ്. ഇപ്പോൾ എല്ലാം ഭംഗിയായിട്ട് നടന്നു നമ്മൾ പറയുമ്പോഴും ടോയ്ലറ്റുകളുടെ നിലവാരത്തെപ്പറ്റിയും ബയോ ടോയ്ലറ്റുകൾ കൊണ്ട് വച്ചതിനെ പറ്റിയും ഒന്നും പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് ഞാൻ തീരെ തൃപ്തനല്ല. ഇപ്പം ഞാൻ ബോർഡ് തീരുമാനം എടുക്കാതെ ഒരു കാര്യം പറയുകയാണ്. അവിടെ ഈ ടോയ്ലറ്റ് വരെ ലേലം ചെയ്ത് കൊടുക്കും. എന്നിട്ട് 10 രൂപ, ടോയ്ലറ്റ് ഉപയോഗിക്കുന്നതിന് 5 രൂപ, 10 രൂപ. അപ്പോൾ ഈ വരുന്നവൻ്റെ ചില്ലറ ഇല്ലെങ്കിൽ അവൻ 100 രൂപ എടുത്ത് കൊടുക്കും. അവൻ്റെ കാര്യം കഴിഞ്ഞിട്ട് അയാൾക്ക് പോകും. അപ്പോൾ ഈ കോൺട്രാക്ടർ ഇങ്ങനെ ഇവരെ ചൂഷണം ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. കോൺട്രാക്ട് കൊടുത്തിരിക്കുന്നത് 2 യുക്തി കൊണ്ടാണ്. ഒന്ന്, നമുക്കിത് നോക്കേണ്ട ശല്യമില്ല, അയാൾ ക്ലീൻ ചെയ്തോളും, അയാളുടെ കാശ് നമുക്ക് കുറച്ച് ലേലത്തിൽ കിട്ടുകയും ചെയ്യും, നമുക്ക് വരുമാനവുമായി ഉത്തരവാദിത്വം ഇല്ല. എനിക്കിതിനോട് തീരെ യോജിപ്പില്ല. റണ്ണിങ് ടോയ്ലറ്റ്സ് ഈസ് നോട്ട് എ റവന്യൂ ഏർണിംഗ് എക്സസൈസ്. അതൊരു സർവീസാണ്. ഇവിടെ വരുന്ന ആളിന് വൃത്തിയുള്ള ടോയ്ലറ്റ് കൊടുക്കാൻ ബോർഡിന് ബാധ്യതയുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത് ഞാനിപ്പോൾ പറഞ്ഞാൽ പറയാം, അത് സാർ ഓഡിറ്റ് ഒബ്ജക്ഷൻ വരും, വരുമാനം നഷ്ടപ്പെട്ട്. ഇതെന്താ കമേഴ്ഷ്യൽ ഓർഗനൈസേഷൻ, ഇവിടെ ലാഭം ഉണ്ടാക്കിയിരിക്കുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ടാക്കിയിരിക്കും. ഇത് ലാഭം ഉണ്ടാക്കണ്ട, അയ്യപ്പൻ കൊണ്ടുവരുന്ന കാശാണിത്. അതുകൊണ്ട് അത് തിരിച്ച് സർവീസായിട്ട് കൊടുക്കാൻ നമുക്ക് ബാധ്യതയുണ്ട്. ബോർഡ് ഞാൻ ചർച്ച ചെയ്തിട്ടില്ല, ചർച്ച ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. There should be free toilets and clean toilets. അതിനുവേണ്ടി കാശ് അങ്ങോട്ട് മുടക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അതെങ്ങനെ എന്നുള്ളതിനെ പറ്റി വിശദാംശങ്ങൾ ചെയ്യണം. ഇപ്പം രാഷ്ട്രപതി അവിടെ സന്ദർശിച്ചു, അത് പ്രധാനമന്ത്രിയെ ക്ഷണിച്ച് കൊണ്ടുവരാൻ നീക്കം ഉണ്ടോ? കൊണ്ടുവരും. ആര് വന്നാലും അയ്യപ്പനവിടെ എല്ലാവരെയും അനുഗ്രഹിക്കും. ആവശ്യമുള്ള സൗകര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് താനും. ഈ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള ഇടപെടൽ അങ്ങനെ ഉണ്ട്? ഗവൺമെന്റിന്റെ ഇടപെടൽ എന്നുള്ള വാക്ക് ശരിയല്ല, ഗവൺമെന്റ് സഹായിക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ ദേവസ്വം ബോർഡ് വിചാരിച്ചാൽ ഇപ്പോൾ ഇത്രയും പോലീസുകാരെയും ഇത്രയും ഹെൽത്ത് ഡോക്ടർമാരെയും ഇത്രയും ഫയർ സേഫ്റ്റിക്കാരെയും ആരും കൊണ്ടുവരാൻ പറ്റില്ല. അത് ഗവൺമെൻറ്റിന് മാത്രമേ ഇത്രയും KSRTC ഗവൺമെൻറ്റിന് മാത്രമേ ഇത്രയും വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് ഈ ഫെസ്റ്റിവൽ നടത്താൻ ഞങ്ങളെ സഹായിക്കാൻ പറ്റും. ദേവസ്വം ബോർഡായിരിക്കും ഫെസ്റ്റിവൽ നടത്തുന്നത്, പക്ഷേ ഈ ഇത്രയും പേര് വരുന്ന ഒരു സ്ഥലത്ത് മറ്റു വകുപ്പുകളുടെ സാന്നിധ്യവും സഹകരണവും വേണമെങ്കിൽ അത് ഗവൺമെൻറ്റിൻ്റെ സജീവമായിട്ടുള്ളൊരു ശ്രദ്ധയാണ്. അല്ലാതെ തീർച്ചയായിട്ടും നല്ല ഏകീകരണത്തോടു കൂടി തന്നെയാണ് നടത്തുന്നത്. ഗവൺമെൻറ് സഹായമില്ലാതെ ദേവസ്വം ബോർഡിനെ ഇങ്ങനെ വിജയിപ്പിക്കാനും സാധ്യമല്ല. അത് ഇടപെടലും നമുക്കുള്ള വാക്ക് ശരിയല്ല. ഗവൺമെൻറ്റിൻ്റെ സഹായവും സഹകരണവും ആണ് നമുക്കിതിനകത്ത്. സാറിൻ്റെ എഴുത്തൊക്കെ എങ്ങനെ പോകുന്നു ഇപ്പോൾ ഇതിൻ്റെ ഇടയിൽ? ഇപ്പോൾ ഈ കഴിഞ്ഞ നവംബർ 15 ചാർജ് എടുത്തതിന് ശേഷം
ഈ ഇന്നീ മനസ്സിൽ കവിതയില്ലാന്ന് സുഗതകുമാരി പറഞ്ഞതുപോലെ ഒരു അവസ്ഥയിലാണ് ഞാനിപ്പോൾ കടന്നു പോകുന്നത്. ഇപ്പോൾ ഈ മകരവിളക്ക് കഴിഞ്ഞ ഒരു സാഹചര്യത്തിൽ കുറച്ചൊരു റിലാക്സ്ഡ് ആവും. കാരണം എനിക്കും ടെൻഷനുണ്ടല്ലോ, അതെ അതെ ഇത് ഭംഗിയായിട്ട് നടക്കണ്ടേ. നമ്മൾ പിന്നെ അയ്യപ്പനോട് പറയാമെന്നല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും. പിന്നെ എല്ലാ കാര്യത്തിലും ഞാൻ എൻ്റെ ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ അപകട പോയിൻ്റല്ലേ നോക്കണ്ടേ, പിന്നെ ബാരിക്കേഡ്സ് സ്ട്രെങ്ത് വേണ്ടേ, എന്നാൽ അറിയുന്ന തരത്തിലുള്ള എല്ലാം ഞാൻ ഡബിൾ ചെക്ക് ചെയ്യുകയും അവിടെ 3 ദിവസത്തിന് നേരത്തെ പോവുകയൊക്കെ ചെയ്തു. പിന്നെ ഒരു വിശ്വാസം എല്ലാം ഭംഗിയായിട്ട് നടക്കും. കാരണം ഈ 1,00,000 പേര് ഇറങ്ങിപ്പോകണം, ഒരാൾ വീഴാതെ പോകണ്ടേ. ഞാൻ അയ്യപ്പനോട് പറയുന്നത് ഞങ്ങളാരും വിചാരിച്ച സാധിക്കില്ല, ഭഗവാൻ തന്നെ വിചാരിക്കണം. ഭഗവാന്റെ ഭക്തന്മാരാണ് ഈ വന്നിരിക്കുന്നത്, ഇവരെല്ലാം സുരക്ഷിതരായിട്ടൊന്ന് വീട്ടിലെത്തിക്കണം. ഇപ്പോൾ അവരെല്ലാം വീട്ടിലെത്തിയ ഒരു സാഹചര്യത്തിൽ എനിക്കൊരു ചെറിയ സന്തോഷമുണ്ട്. സാഹിത്യമൊക്കെ തിരിച്ചു വരും. സിനിമയ്ക്ക് വേണ്ടി പാട്ടൊക്കെ എഴുതുന്നുണ്ടായിരുന്നു ഇടയ്ക്ക്. പാട്ട് എഴുതുന്നുണ്ട്, സ്ക്രിപ്റ്റ് എഴുതുന്നുണ്ട്. ആ ഒരു സിനിമ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ലേ? അതിപ്പോൾ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരിക്കും സംവിധാനം. അത് സ്ക്രിപ്റ്റ് എഴുതുന്നുണ്ട്. ഏത് പറയാവുന്നതാണോ? പറയാനിപ്പം 1-2 വലിയ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവർ അനൗൺസ് ചെയ്യട്ടെ. എപ്പിക്കാണോ? കുറച്ച് എപ്പിക് പ്രൊപ്പോഷനുള്ള 2-3 സ്ക്രിപ്റ്റുകൾ എഴുതുന്നു. അതിനിപ്പോൾ ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് പോകണം. അങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്. സിനിമ കഴിഞ്ഞ 2 മാസമായിട്ട് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ ദേവസ്വം ബോർഡല്ല വേറെ ഒന്നിനെ പറ്റിയും ചിന്തിച്ചിട്ടില്ല. ഇപ്പം മകരവിളക്കായ സ്ഥിതിക്ക് ചില കമ്മിറ്റ്മെൻറ്റ്സ് ഞാൻ വീണ്ടും ചെറുതായിട്ട് ഏറ്റെടുത്തിരിക്കുക. എന്നാലും പഴയതുപോലെ IMG-ലിരിക്കുമ്പോൾ എനിക്ക് വളരെ ലാഘവത്വമുണ്ട്. കാരണം അങ്ങനെ വലിയ ഹെവി പ്രഷറുള്ള വർക്കല്ല. ഒഴിഞ്ഞു 7-ാം തീയതി IMG ഒഴിഞ്ഞു. കാരണം രണ്ടും കൂടെ വെച്ചാൽ അത് അയോഗ്യതയാണെന്ന് ആണല്ലോ ചിലർ പറയുന്നത്. നമ്മളിന്ന് സംസാരിക്കുന്ന ഈ ദിവസം പ്രേം നസീർ മരിച്ചിട്ട് 37 വർഷമാണ്. ഞാനന്ന് ഒരു ചെറിയൊരു ഓർമ്മ എന്താണ്? 37 വർഷത്തിന് മുമ്പ് എനിക്കറിയാം. ഞാൻ എറണാകുളം ഗസ്റ്റ് ഹൗസിൽ, ഞാനന്ന് ടൂറിസത്തിലോ മറ്റോ ആണെന്ന് എനിക്ക് തോന്നുന്നു, ടൂറിസം ഡയറക്ടറോ മറ്റോ ആണ്. ഞാനന്ന് എറണാകുളം ഗസ്റ്റ് ഹൗസിൽ രാവിലെ ഇരിക്കുമ്പോഴാണ് ഇതറിയുന്നത്, TV-യിൽ കാണുന്നു. അപ്പോൾ അച്ഛനെ വിളിച്ചു. അച്ഛനൊന്ന് വീട്ടിലുണ്ട്. അച്ഛൻ പറഞ്ഞു, ഞാൻ പറഞ്ഞു ഞാൻ എറണാകുളത്ത് നിന്ന് ചിറയൻകീഴ് വരെ, അച്ഛൻ ചിറയൻകീഴ് ടാക്സി പിടിച്ച് വന്നാൽ മതി എന്ന് പറഞ്ഞു. എൻ്റെ അച്ഛൻ ആകെ തകർന്നു പോയൊരു ദിവസമാണ്. ഞാൻ ഓടിയെത്തി ഒരു 3 മണിക്ക് ഞാൻ അവിടെ എത്തിയപ്പോൾ ബോഡി വന്നു. അച്ഛൻ ബോഡിയുടെ കൂടെ വന്നു. അച്ഛൻ ആകെ ഭയങ്കര അങ്ങ് ഡൗണായിപ്പോയി. എൻ്റെ അച്ഛൻ സാധാരണ അങ്ങനെ മരണമൊന്നും കണ്ടാൽ കുറച്ചൊരു ഫിലോസോഫിക്കലായിട്ട് എടുക്കും. അപ്പോൾ ഞാൻ അച്ഛൻ്റെ അടുത്ത് പോയി പറഞ്ഞു, എൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവില്ല, ഇങ്ങനെ ഞാനുമായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ അത് കൂടപ്പിറപ്പിനേക്കാൾ വലിയ ബന്ധമാണ്. ഞങ്ങൾ കഷ്ടപ്പെട്ട ദിവസങ്ങൾ, പൈസ ഇല്ലാത്ത ദിവസങ്ങൾ, പട്ടിണി കിടന്ന ദിവസങ്ങളും എല്ലാം ഒന്നിച്ച് അനുഭവിച്ച് അങ്ങനെ വലിയ നടനായി, ഞാനും സംവിധായകനായി. അതൊക്കെ എന്നെ എത്ര തവണയാണ് ഈ നസീർ പോലെ കേട്ടാ കൂടെ പറയും. ഈ അച്ഛൻ കൂടെ പറയും, എനിക്ക് നാട്ടിൽ സ്വത്തോ, എനിക്ക് ഇത്തിരി പറമ്പൊക്കെ ഉണ്ട്, ഞാൻ പോയി കൃഷി ചെയ്ത് ജീവിക്കുന്ന സംവിധാനമൊന്നും നടക്കും തോന്നില്ല. പടം കളിക്കാൻ പൊളിഞ്ഞു. അച്ഛൻ്റെ 6 പടം 7 പടം പൊളിഞ്ഞു പോയി ആദ്യം. അപ്പോൾ ഇനി 7 പടം പൊളിഞ്ഞ് ഇനി ആരും നമ്മളെ വിളിക്കാനെന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോഴാണ് കറുത്ത കൈ, കാട്ടുമൈന, കറുത്ത കൈ, കുട്ടിക്കുപ്പായ എന്നുള്ള സിനിമകൾ, അതെല്ലാം പ്രേം നസീർ തന്നെയാണ് കേട്ടോ. അപ്പോൾ പിന്നെ പതുക്കെ ഇതായി. അതിനു മുമ്പ് പല തവണ അച്ഛൻ പറയും ഞാൻ നാട്ടിൽ പോവാണ്. പോലെ ഒരു ദിവസം അങ്ങനത്തെ ഒരു പറച്ചിലുണ്ട് നസീറിൻ്റെ, ഒരു ദിവസം നമ്മുടെ കയ്യിൽ ഇൻഡസ്ട്രി നിൽക്കും എന്ന് പറഞ്ഞ് അങ്ങനെ സംഭവിച്ചല്ലോ. എനിക്കെപ്പോഴും വലിയ ഒരു ഹൃദ്യമായിട്ടുള്ള ഒരു സാന്നിധ്യമാണ് പ്രേം നസീർ കേട്ടോ. ഞാൻ അദ്ദേഹത്തിന് സാറെന്നോ ചേട്ടാന്നോ അങ്കിളെന്നോ ഒന്നും വിളിക്കില്ല. കാരണം എനിക്ക് വിളിക്കുന്നതിനൊക്കെ അപ്പുറത്തേക്കൊരു ബന്ധമാണ്. ഞാൻ ജനിച്ചപ്പോൾ എനിക്ക് ബോധമുണ്ടായ കാലം തൊട്ടേ കേൾക്കുന്ന പേര് നസീർ. അച്ഛൻ്റെ സ്വന്തം ആളെപ്പോലെയാണ്. വീട്ടിൽ 2-3 തവണയൊക്കെ വന്നിട്ടുള്ളൂ. എനിക്ക് അറിയാം, ഞങ്ങളുടെ വീട്ടിൽ കാറ് പോയില്ല അന്ന്. അച്ഛൻ ഇടവഴിയാണ്. അപ്പോൾ ഇവർ പീരിമേട് പോവാണ്. ഏത് പടത്തിനൊന്നും എനിക്ക് ഓർമ്മയില്ല. ഞാനന്ന് സ്കൂളിൽ പഠിക്കുന്ന കാലമാണ്. അപ്പോൾ ഞങ്ങളുടെ കോട്ടമുകൾ എന്നുള്ളൊരു സ്ഥലത്ത് ഇറക്കി നസീറിനെ പാടത്തൂടെ നടത്തി ഇങ്ങനെ കൊണ്ടുവരണം. അപ്പോൾ ഞാനിവിടെ ഒരു കലിങ്ങിൻ്റെ അവിടെ ഇരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. നസീറിൻ്റെ അടുത്ത് അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ കോട്ടമുകൾ എന്ന് പറഞ്ഞ സ്ഥലത്ത് വരും നോക്കിക്കോണേ, അവൻ്റെ മോൻ അവിടെ ഇരിക്കും. അപ്പോൾ 12 മണിക്ക് നസീർ 12:30 വരും. ഞാൻ 11:30 തൊട്ട് അവിടെ റെഡിയാണ്, കലിങ്കിലങ്ങനെ ഇരിക്കുകയാണ്. അദ്ദേഹം വന്നു, കാറ് നിർത്തി, ഞങ്ങളിങ്ങനെ പാടത്തൂടെ നടന്നു. അപ്പോൾ ഈ പ്രേം നസീറാണല്ലോ ഈ പാടത്തൂടെ ഇങ്ങനെ പോകും. അപ്പോൾ ഈ സൈഡിൽ കൂടെയുള്ള വീടുകളിൽ ഇതൊക്കെ ഇങ്ങനെ ഈ സ്ത്രീകൾ ഓടിക്കൂടുന്നതൊക്കെ എനിക്ക് കാണും. അയ്യോ നസീർ പോകണം. ഇപ്പോൾ സിനിമാ നടന്മാരെ കണ്ടാലൊന്നും ആളിങ്ങനെ ഓടിക്കൂടാ, തമിഴ്നാട്ടിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ വയലിൽ കൂടെ നടക്കുന്നു, ആളുകളോടൊക്കെ സംസാരിക്കുന്നു. വളരെ ആ നടപ്പ് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അദ്ദേഹം നല്ലൊരു കോൺവെർസേഷണലിസ്റ്റാണ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ കൂടെ സംസാരിക്കുന്ന ആളിനെ താല്പര്യത്തോടു കൂടി പരിഗണിച്ചാണ് സംസാരിക്കുന്നത്. അല്ലാതെ ഞാനൊരു വലിയ ആളാണ്, ഞാൻ പറയുന്നത് നീ കേട്ടോന്നല്ല. ഹീസ് ഇൻട്രസ്റ്റഡ് ഇൻ യു. അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു മനസ്സിലായിരുന്നു. അത് അടിസ്ഥാനപരമായ ഒരു വലിയ മനസ്സുമായിട്ട് ജനിച്ച ആൾ തന്നെയാണ്, സംശയമൊന്നുമില്ല. ഞാൻ പിന്നീട് IAS കിട്ടിക്കഴിഞ്ഞിട്ടേ ചിലപ്പോൾ ഞാൻ എറണാകുളത്ത്, എനിക്ക് നല്ല ഓർമ്മയുണ്ട്, എറണാകുളത്ത് ഹോട്ടലിൻ്റെ പേര് ഗ്രാൻഡ് ഹോട്ടൽ. ഞാൻ എന്തോ ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ അവിടെ കയറി.
ഞാൻ അങ്ങോട്ട് പോകും. അന്ന് ഈ വലിയ അപ്പോൾ എൻ്റെ അടുത്ത് അവിടെ പിന്നെ കൗണ്ടറിലിരിക്കുന്ന ആൾ നസീർ സാറുണ്ട് കേട്ടോ. അത് നമ്മൾ ഏത് മുറി, ഇപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോയി. അപ്പോൾ കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷം. അപ്പോൾ നമ്മളെ കാണുമ്പോൾ എൻ്റെ പലരുടെ കൊച്ചിലെ തൊട്ട് അറിയാം. എനിക്ക് അച്ഛനൊരിക്കൽ യൂണിഫോം, എൻ്റെ സ്കൂളിലുള്ള യൂണിഫോം കൊടുത്തയക്കാനായിട്ട് പ്രേം നസീറാണ് എനിക്ക്, അത് ട്രെയിനിൽ വരികയാണ്, ന്യൂ തിയേറ്ററിലാണ് താമസം. ഇപ്പോൾ ഞാൻ ചന്ദ്രമോഹൻലാലിയുടെ ബോഡി കാണാൻ പോയപ്പോൾ എനിക്കിതൊക്കെ ഓർമ്മ വന്നു. അപ്പോൾ ഇദ്ദേഹം എൻ്റെ യൂണിഫോമായിട്ട് വരികയാണ്, ബിന്നിയിലെ യൂണിഫോം അച്ഛൻ വാങ്ങിച്ച് കൊടുത്തയച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ മകനെ എങ്ങനെ ഞാൻ തിരിച്ചറിയുമെന്ന് ചോദിച്ചപ്പോൾ ഒരു പ്രേം നസീറിൻ്റെ ഒരു ഫോട്ടോ, പച്ച മഷിയിൽ പ്രേം നസീർ വിത്ത് റിഗാർഡ്സ് എന്ന് എഴുതിയ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. അതെനിക്ക് അച്ഛൻ പോസ്റ്റിൽ അയച്ചു തരുന്നു. അപ്പോൾ ഇതുകൊണ്ട് ഐഡൻറ്റിഫിക്കേഷനായിട്ട് കാണിക്കണം. അപ്പോൾ ഞാൻ വളരെ സ്റ്റുഡിയസ് ആയിട്ട്, ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുകയാണ് കേട്ടോ, ഫോട്ടോ എടുത്ത് അതൊന്നും വേണ്ടടേ, ഇതിൻ്റെ കണ്ടറിയാൻ കൃഷ്ണനാരുടെ മോനാണെന്ന് തോളത്ത് തട്ടിയെടുത്ത് അന്നൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട് കേട്ടോ. ഹി വാസ് എ ഗ്രേറ്റ് ബെനൈൻ പ്രസൻസ്, ബെനവലൻ, കണ്ടാൽ നമുക്ക് ആത്മാവിനൊരു സന്തോഷം കിട്ടുന്ന സാന്നിധ്യമാണ് കേട്ടോ. ഇപ്പം മലയാള സിനിമയിൽ ഇപ്പോൾ സാറ് പാട്ടിൻ്റെയൊക്കെ പുതിയ കാര്യങ്ങളൊക്കെ ഒരുപാട് മാറി. പക്ഷേ ഇപ്പോൾ സിനിമയിൽ കോമഡി എന്ന് പറയുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്, അതും ഹൊറർ, ത്രില്ലർ ആ ലെവലിലേക്ക് മാറുന്നുണ്ട്. ഒരു പ്രേക്ഷകൻ എന്നുള്ള നിലയിൽ എന്ത് പറയും? എനിക്ക് തോന്നുന്നതേ, ഇപ്പോൾ ഈ ന്യൂ ഏജ് ആണല്ലോ, ന്യൂ മീഡിയ, സോഷ്യൽ മീഡിയ, ആളുകൾക്ക് ഒരുപാട് സിനിമ കാണാനുള്ള അവസരമുണ്ട് ഇപ്പം. അപ്പോൾ മലയാള സിനിമ ഇതിനോട് പ്രതികരിച്ചിരിക്കുന്നത് വളരെ വ്യത്യസ്തമായ രീതിയിലാണ്. പ്രമേയ വൈവിധ്യം മാത്രമല്ല, ഇതുവരെ നമ്മൾ ചെയ്യാൻ മടിച്ചിരുന്ന കാര്യങ്ങളൊക്കെ അങ്ങ് ചെയ്യാൻ സ്വാതന്ത്ര്യം കിട്ടിയ ഒരവസ്ഥയിലാണ്. നല്ലതോ ചീത്തയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടന്നിട്ടുണ്ട്. പക്ഷേ ഈ സ്വാതന്ത്ര്യം ഒരു വളരെ പ്രതിഭാശാലികളായിട്ടുള്ള കുറേ പേര് വന്ന് ഈ സ്വാതന്ത്ര്യത്തെ മെരുക്കിയെടുത്ത് മലയാള സിനിമയ്ക്ക് വലിയ നേട്ടങ്ങൾ വരാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. ഇപ്പോഴത്തെ ഘട്ടത്തെപ്പറ്റി എനിക്ക് വലിയ പ്രതീക്ഷയില്ല. ഇപ്പോൾ ധൈര്യമുണ്ട്, എന്തും ചെയ്ത് കളയും. പിന്നെ ടെക്നോളജി പിള്ളേർക്ക് നന്നായിട്ട്, പുതിയ കുട്ടികൾക്കൊക്കെ ടെക്നോളജി അറിയാം. ഈ ടെക്നോളജിയും, പക്ഷേ ഈ പ്രമേയത്തിൻ്റെ കാര്യത്തിലൊന്നും ഒരു ഗൗരവമില്ല. വളരെ സൂപ്പർഫിഷ്യലായിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണ്. അതിനു പകരം ഈ ടെക്നോളജിയും ഈ സ്വാതന്ത്ര്യം ഉപയോഗിച്ചിട്ട് നമ്മൾ പറയേണ്ട കഥകൾ നമ്മുടെ സമൂഹത്തിലുണ്ടല്ലോ. എനിക്കിപ്പം നമ്മുടെ മലയാള പുതിയ സിനിമയോടുള്ള ഒരു വിയോജിപ്പ് എന്താണെന്നറിയാമോ? എല്ലാം വളരെ സൂപ്പർഫിഷ്യലായിട്ട് കാണുക എന്നുള്ളതാണ്. ഒരു കോമഡി ലൈനിൽ കാണുക, സൂപ്പർഫിഷ്യലായിട്ട് കാണുക, ഡെപ്തിലേക്ക്, മനുഷ്യൻ്റെ വികാരങ്ങളുടെ ഡെപ്തിലേക്ക് പോകലല്ലേ കലയുടെ ജോലി. അതിന് പകരം സൂപ്പർഫിഷ്യലായിട്ടുള്ള എഫക്റ്റുകളിൽ മാത്രം നിൽക്കുന്ന ഒരു സിനിമയായി നമ്മൾ മാറി. എന്നാൽ അങ്ങനെയല്ല പല സിനിമകളും. ഇപ്പോൾ മറാഠി സിനിമയായാലും ബംഗാളി സിനിമയായാലും ഒക്കെ തന്നെ എന്തിന് ഫോറിൻ ചില ഫിലിംസ്, ചില കൊറിയൻ ഫിലിംസൊക്കെ കണ്ടാൽ സാധാരണ ജീവിതങ്ങളിൽ നിന്ന് അസാധാരണമായ സിനിമ ഉണ്ടാവുകയില്ലേ? ആ ഒരു ക്ഷമ ഇവിടെ ഇല്ല. എഫക്റ്റുകളുടെ പിന്നാലെ പോകുന്ന ഒരു ശീലം, അത് കുട്ടികളെ പോലെയാണ്. കളി കോപ്പെടുത്ത് ചെറു പൈതൽ പോലെ എന്ന് ആശാൻ പറഞ്ഞതുപോലെ ടെക്നോളജിക്കോട്ട് കിട്ടിയപ്പോൾ എടുത്ത് കളിയോട് കളിയാണ്. ടെക്നോളജി റെസ്പോൺസിബിളായിട്ട് ഉപയോഗിക്കുന്ന പ്രതിഭാശാലിയായ സംവിധായകർ വരുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ പൊരുത്തക്കേടുകളെ പറ്റിയുള്ള നല്ല നല്ല സിനിമകൾ വരും. അത് വരും എന്നുള്ള പ്രതീക്ഷ ഉറപ്പാണ്. മലയാള സിനിമ വിൽ റൂൾ. ശ്രീനിവാസൻ പോയപ്പോഴാണ് ശ്രീനിവാസൻ്റെ ഹ്യൂമറിൻ്റെ പഞ്ച് വാല്യൂ നമുക്ക് മനസ്സിലാവുന്നത്. പണ്ട് വയലാറിൻ്റെ ഒരു കവിതയിലുണ്ടല്ലോ, വേദന വിങ്ങും സമൂഹത്തിൽ നിന്ന് ഞാൻ വേരോടെ ചിന്തി പറിച്ചതാണ് ഈ കഥ എന്ന് പറഞ്ഞ പോലെ സമൂഹത്തിലെ കഥാപാത്രങ്ങൾ എടുത്തല്ലേ ഇത്തിരി ഒന്ന് എക്സാജറേറ്റ് ചെയ്യും ഹ്യൂമറിന് വേണ്ടിയിട്ട്, ഇല്ലേ? ഇത്തിരി ഒന്ന് കറക്റ്റായിട്ടൊന്ന് എക്സാജറേറ്റ് ചെയ്തുള്ള ക്യാരക്ടേഴ്സാണ്. ഏത് ക്യാരക്ടേഴ്സിനാണ് നമുക്ക് അറിഞ്ഞുകൂടാത്തത്, ഇല്ലേ? പിന്നെ ഈ സംശയഗ്രസ്തനായ ഭർത്താവ് വലിയ നഷ്ടമാണ്. അത്രയും ഒരു ഇൻ്റലക്ച്വൽ ഓണസ്റ്റി, അതാണ് എനിക്ക് തോന്നുന്നത് ശ്രീനിവാസൻ ചില പ്രസ്ഥാനങ്ങളുടെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ആളായിരുന്നെങ്കിൽ പോലും അങ്ങനെ ആളായിരിക്കുക തന്നെ സ്വതന്ത്രമായി വിമർശിക്കാനുള്ള ഒരു കഴിവ്, ആ ഇൻ്റലക്ച്വൽ ഓണസ്റ്റിയാണ് ശ്രീനിവാസനെ വ്യത്യസ്തനാക്കുന്നത്. പിന്നെ ഹ്യൂമർ ഉണ്ടാക്കാനുള്ള, ഹ്യൂമറിലൂടെ ഇത്രയും വിമർശനം നടത്താമെന്നില്ലേ? അത് ആക്ഷേപഹാസ്യം. എനിക്കാണ് കുഞ്ചൻ തമ്പിയാർക്ക് ശേഷം ഒരു പക്ഷേ അങ്ങനെ ചെയ്തു. അതുപോലെ തന്നെ സാറിൻ്റെ സഹപാഠി കൂടിയായിരുന്ന ജഗതി ശ്രീകുമാർ ഇപ്പോൾ വിശ്രമിക്കുകയാണ്. അത് മലയാള സിനിമയ്ക്കുണ്ടായ എക്കാലത്തെ വലിയ നഷ്ടമല്ല. എന്തെല്ലാം നമുക്ക് കിട്ടേണ്ടതായിരുന്നു ഒറ്റ അപകടത്തിലല്ലേ? അതൊരു വലിയ നഷ്ടം. 2010-11 സാറ് കാണാറുണ്ടോ ഇപ്പം? ഞാൻ 1-2 തവണ കണ്ടെങ്കിൽ എനിക്ക് വലിയ സങ്കടമാണ് കാരണം പണ്ടൊക്കെ ഞാനിവിടുന്ന് എയർപോർട്ടിൽ തിരുവനന്തപുരത്ത് നിന്ന് വല്ല ഡൽഹിയിലോ അല്ല ചെന്നൈയിലൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ ശ്രീകുമാർ കൂടെ കാണും. അപ്പോൾ അന്ന് സീറ്റൊക്കെ അങ്ങോട്ടോട്ടൊക്കെ മാറ്റിയെടുക്കുക. അപ്പോൾ ഞങ്ങൾ അടുത്തടുത്തുള്ള സീറ്റ് എടുക്കും. ഇവിടുന്ന് ഈ 1 മണിക്കൂർ ഫ്ലൈറ്റിൽ ഇയാൾ പറയുന്ന കാര്യങ്ങൾ ചിരിച്ച് എൻ്റെ കൂടെയുള്ള ആളുകൾ ഇയാൾ എന്തിനാണ് ഇങ്ങനെ സാറ് ചിരിക്കുന്നത് കണ്ടിട്ടില്ലല്ലോ, അളിയാന്ന് തന്നെ വിളി. അപ്പോൾ ഈ എൻ്റെ കൂടെയുള്ള പോലീസുകാർക്കെല്ലാം ഒരു വിഷം, നമ്മുടെ സാറിനെ കയറി വരുത്ത അളിയാന്നൊക്കെ വിളി. പക്ഷേ അവനങ്ങനെ നമുക്ക് അങ്ങനെയല്ല വിളിക്കാൻ പറ്റില്ല, അത്ര ബന്ധമാണ്. മാരവാനൂസിലൊക്കെ പഠിക്കുമ്പോൾ ഉച്ചയ്ക്ക് ശ്രീകുമാറിന് ചില സതിരുകളുണ്ട്.
അതൊക്കെ കേട്ട് ചിരിച്ച് വളർന്നവരാണ്. അത് അങ്ങനെയുള്ള ശ്രീകുമാറിനെ ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് വാസ്തവത്തിൽ ഭയങ്കര സങ്കടമാണ്. കാരണം ഐ നോ ദ ശ്രീകുമാർ, അവൻ്റെ ബ്രൈറ്റ്നസ് എനിക്കറിയാം. അതെ അതെ അതെ. എല്ലാ ശ്രീകുമാറിൻ്റെ സുഖദുഃഖങ്ങളിലെല്ലാം ഞാൻ പങ്കാളിയായിട്ടുണ്ട്. അപ്പോൾ അടുത്ത സീസൺ വളരെ ഗംഭീരമാവട്ടെ. ഞാനിപ്പോൾ ഒറ്റ പ്രതീക്ഷയുള്ളൂ, ഒറ്റ പ്രാർത്ഥനയാണ്. അടുത്ത ശബരിമല സീസൺ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ഇങ്ങനെയും ശബരിമല സീസൺ നടത്താൻ സാധിക്കും എന്ന് ഭക്തരെ കൊണ്ട് പറയിക്കാൻ അയ്യപ്പൻ എന്നെ അനുഗ്രഹിക്കട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം. ഈ ബോർഡിന് അങ്ങനെ ഒരു ഇച്ഛാശക്തി ഉണ്ട്. അതൊരു വേറൊരു ആവശ്യം കൂടിയാണ്. ഇന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഏറ്റവും കൂടുതൽ മോശപ്പെട്ട ഒരു ഇമേജിൽ നിൽക്കുന്നൊരു സമയമാണ്. അത് മാറ്റിയെടുക്കും. എന്തായാലും ഞങ്ങളുടെ ഓരോ പ്രവൃത്തിയിലൂടെയും വിശ്വാസ്യത വീണ്ടെടുത്ത് കാര്യക്ഷമമായി ദേവസ്വം ബോർഡ് ശബരിമല മാത്രമല്ല മറ്റ് ക്ഷേത്രങ്ങളിലെയും, അത് ടെക്നോളജി ആപ്ലിക്കേഷനിലൂടെ ആയാലും ശരി, പരിശീലനത്തിലൂടെ ആയാലും ശരി, ജീവനക്കാരുടെ പെരുമാറ്റത്തിലൂടെ ആയാലും ശരി, പണപ്പിരിവിൽ നടത്തുന്ന ക്രമക്കേടുകളിലൂടെ ആയാലും ശരി, ഒക്കെ തന്നെ ഇപ്പോൾ സീലടിച്ച് പണപ്പിരിവൊക്കെ ഉണ്ട്. ഇതൊക്കെ നിയന്ത്രണം വരും. ഉണ്ണികൃഷ്ണൻ പോറ്റിമാർ ഇനി ഉണ്ടാവില്ല. ഇല്ല, ഇനി എന്തായാലും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇനി ഒരു ജന്മം കാത്തിരുന്നാലും അങ്ങോട്ട് കയറാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഒരു സുതാര്യമായിട്ടുള്ള കാര്യക്ഷമമായിട്ടുള്ള 2026 തീർത്ഥാടനത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലും തപസ്സിലുമാണ്. തയ്യാറെടുപ്പ് എന്നുള്ളതിനേക്കാളും തപസ്സാണ്. അങ്ങനെ ആവട്ടെ. എല്ലാ ആശംസകളും. ഭഗവാന്റെ അനുഗ്രഹം ധാരാളമായിട്ട് അതിനുണ്ടാവുമെന്നാണ് എൻ്റെ വിശ്വാസം.